ഇവിടെ ഭാഗവതത്തിൻ്റെ ഉൽപ്പത്തി തത്വത്തെക്കുറിച്ച് അത് ആരിൽ നിന്നൊക്കെയാണ് കടന്നു വന്നതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ചരിതത്തെ ആസ്പദമാക്കി ഭാഗവത രചനയ്ക്ക് വ്യാസൻ തയ്യാറായത് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വേദവ്യാസനെ സംബന്ധിച്ചിടത്തോളം വേദശാസ്ത്രങ്ങളെയെല്ലാം കൃത്യമായി വ്യസിപ്പിച്ച് അതിനെ 4 വേദങ്ങളായി വിഭജിച്ചതാണ് വ്യാസൻ്റെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ജ്ഞാന തത്വപ്രവേശനത്തിൻ്റെ മഹത്വപൂർണമായ കർമ്മമായി കാണുന്നത്. അതിലൂടെയാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്നൊരു പേര് തന്നെ വന്നു ചേർന്നത്. യഥാർത്ഥത്തിലുള്ള നാമം എന്തായിരുന്നു? വേദവ്യാസൻ്റെ കൃഷ്ണദ്വൈപായനൻ എന്നുള്ളതാണ്. അദ്ദേഹമാണ് വേദത്തെ പകുത്ത കർമ്മത്തിലൂടെ നേടിയ നാമമാണ് വേദവ്യാസൻ. നമ്മൾ ഇന്നലെ പറഞ്ഞു പരീക്ഷിത്ത് അല്ലേ, വിഷ്ണുരാധൻ പരീക്ഷിത്തായത് കർമ്മത്തിലൂടെയാണെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ സത്കർമ്മങ്ങളിലൂടെയും നമുക്ക് നാമങ്ങൾ ലഭിക്കും. സത്കർമ്മങ്ങളിലൂടെ മാത്രമല്ല, മോശപ്പെട്ട കർമ്മം ചെയ്താൽ ആൾക്കാർ മോശപ്പെട്ട പദം കൊണ്ടും നാമം ഇടാറുണ്ട് ഇല്ലേ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഇടാറുണ്ട്. ഓരോരുത്തരുടെയും സ്വഭാവത്തെ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു പേരിടാറുണ്ട്. ഇവിടെ വേദങ്ങളെ വ്യസിച്ചവൻ എന്നർത്ഥത്തിൽ വേദവ്യാസൻ എന്ന പേര് ലഭിച്ചു. അതിനുശേഷം അദ്ദേഹം ഉപനിഷത്ത് കാര്യങ്ങളിൽ ബ്രഹ്മസൂത്രമൊക്കെ രചിച്ചു. 17 മഹാഭാരതം രചിച്ചു. 17 പുരാണങ്ങളുമൊക്കെ രചിച്ച് കഴിഞ്ഞ വേളയിൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു പൂർണ്ണത അനുഭവപ്പെട്ടില്ല. ഇപ്പം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് പരിപൂർണമായി ഒരു ആനന്ദം ലഭിക്കുമ്പോഴാണ് ആ കർമ്മം പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരാൾ വേദിയിൽ നിന്ന് പാടുന്നു, നമ്മൾ ചിലപ്പോൾ കേട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് കൈയടിക്കും. പക്ഷേ ആ പാടിയ ആൾക്ക് ചിലപ്പോൾ അയാൾക്കാണത് പൂർണ്ണമായ അനുഭവമുള്ളത്. നമുക്ക് പാട്ട് കേട്ട് ശീലമുള്ളൂ. അപ്പോൾ പാടിയ ആൾക്ക് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും കുറച്ചുകൂടി നന്നാവാനുണ്ടായിരുന്നു അല്ലേ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ താളം തെറ്റിയിട്ടുണ്ടെങ്കിലും അയാൾക്കത് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇപ്പോൾ നല്ലൊരു ആൾ ചിത്രം വരയ്ക്കുന്നു, നമ്മൾ വരയ്ക്കുന്ന ചിത്രം പൂർണ്ണമാവുന്നതിന് മുമ്പേ നമ്മളെന്ന് പറയും കൊള്ളാം, ഗംഭീരമായെന്ന് പറയും. പക്ഷെ വരയ്ക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണോ അയാളുടെ മനസ്സിൽ ഉദ്ദേശിച്ച് അത് പൂർണ്ണമായും ചെയ്ത് കഴിയുമ്പോഴാണ് അയാൾക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നവനൊരു ആനന്ദം കിട്ടും. ഇവിടെ വ്യാസനും അത്തരമൊരാനന്ദം, ഒരു പൂർണ്ണത, ഇത്രയും അറിവുകളെ ചർച്ച ചെയ്തിട്ടും ഒരു പൂർണ്ണത ആർക്ക് അനുഭവപ്പെട്ടില്ല? വ്യാസന് അനുഭവപ്പെട്ടില്ല. അതിൻ്റെ ഒരു ദുഃഖഭാവത്തോടു കൂടി അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെ ദർശിക്കാൻ വേണ്ടി നാരദ മഹർഷി വന്നു ചേർന്നു. ഇവിടെ നാരദ മഹർഷിയെക്കുറിച്ച് വളരെ സുവിന്ധമായ ചിന്ത, സുവ്യക്തമായ ചിന്ത നടത്തേണ്ട ഒരു സമൂഹമായി ഇന്ന് ഹിന്ദു സമൂഹം മാറിക്കഴിഞ്ഞു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഇന്ന് നാരദൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിനെ ദുരുപയോഗം ചെയ്യുന്നവരാണ് നമ്മൾ ഏറിയ പങ്കും അല്ലേ. ഇപ്പം നാരദൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ചിലർക്കൊരു ചിരി വരും, ഒരു പരിഹാസം വരും. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, അറിയേണ്ടതിനെ അറിയാത്തത് കൊണ്ടുണ്ടായ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് നാട്ടിൽ പരദൂഷണം പറയുന്നവരെ നാരദ എന്ന് വിളിക്കുന്ന അത്രയും തരം താഴ്ന്നു പോയ അവസ്ഥയിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്, ശരിയല്ലേ? ഇപ്പം നാട്ടിൽ ഒരാളെ നാരദ എന്ന് വിളിക്കുന്ന ശീലമുണ്ട് നാട്ടിൻപുറങ്ങളില്ലേ? ഇവിടെ ഉണ്ടോ? ചില നാടുകളിലുണ്ടാവും, ചില നാടുകളില്ലാതിരിക്കും. അതുകൊണ്ട് ചോദിച്ചാൽ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചത്. കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്ത് ഹിന്ദു സമൂഹം ഇങ്ങനെ തന്നെയൊക്കെയാണ്. മനസ്സിലായില്ലേ? ഹിന്ദു എന്ന് പറയുന്നതിന് പോലും അഭിമാനമില്ലാത്തവരായി ജീവിക്കുന്ന നമുക്ക് പിന്നെ ഹിന്ദുവിൻ്റെ ശാസ്ത്രങ്ങൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ആരൊക്കെയോ നമ്മളെ വിഭജിച്ചു, പല തട്ടുകളിലായി. രാഷ്ട്രീയം കൊണ്ട് വിഭജിച്ചു, സമ്പത്ത് കൊണ്ട് വിഭജിച്ചു, ജാതി കൊണ്ട് വിഭജിച്ചു അല്ലേ. എല്ലാത്തിലും അടങ്ങുന്ന ഒരു ഈശ്വരനാണെന്ന് പറഞ്ഞു, എന്നിട്ട് പേരിൻ്റെ പുറകിലുള്ള വാലെഴുതിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ലഹള ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴും നമ്മൾ ആ ഒരു കാര്യത്തിൽ കുരങ്ങൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത പ്രകാരം കുരങ്ങനിൽ നിന്ന് മാറിയാണ് നമ്മൾ രൂപപ്പെട്ടത്. ശാസ്ത്രവിധി അനുസരിച്ച് നമ്മൾ മറ്റുള്ള സങ്കല്പം എടുക്കുന്നില്ല. കുരങ്ങനിൽ നിന്ന് മാറിയാണ് നമ്മൾ രൂപാന്തരപ്പെട്ട് മനുഷ്യനായെന്നൊക്കെ നമ്മൾ അല്ലേ സ്കൂളുകളിലൊക്കെ പോയിരുന്ന് ശാസ്ത്രീയമായിട്ടൊക്കെ സയൻസ് എന്നുള്ള നിലയിൽ പഠിക്കാറുണ്ട്, പരിണാമ സിദ്ധാന്തം. അപ്പം മാറ്റം പലതിനും വന്നെങ്കിലും ഇപ്പോഴും വാല് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അഭിമാനം തോന്നുന്നത് ഏതിൻ്റെ പുറത്താണ്? തലയുടെ പേരിലല്ല ഇപ്പോഴും അഭിമാനം. ഏതിൻ്റെ പേരിലാണ്?
വാലിൻ്റെ പേരില്ല. വാലേതാന്ന് മനസ്സിലായല്ലോ. ഈ ഒന്നിച്ചു കൂടാൻ ഇന്നും ഹിന്ദുവിന് തടസ്സം ഈ വാലാണ്. ഈ വാലാണെങ്കിലൊട്ട് മുറിക്കാൻ നമ്മളൊട്ട് തയ്യാറുമല്ല അല്ലേ. വാലിൻ്റെ പേരിൽ അഭിമാനം. പുള്ളയും നായരും നമ്പൂതിരിയും ഈഴവനും മേനോനും കുറുപ്പും. ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ആകെ ഒരു ഗുണമുണ്ട്. ഒരിക്കലും നന്നാവില്ല എന്നൊരു ഗുണം. മനസ്സിലായില്ലേ? തമ്മിൽ കലഹിച്ച് മറ്റാർക്കൊക്കെയോ വേണ്ടി ബലിയാടാവാന്നൊരു ഗുണം നേടി വച്ചിട്ടുണ്ട്. ഇതൊക്കെയൊന്നും മാറണം. ഭാഗവതമൊക്കെ പഠിക്കുന്നത് അതിനാണ്. എല്ലാത്തിലും ഒരു ഈശ്വരനാണെങ്കിൽ ആ എല്ലാത്തിലും ഉൾക്കൊള്ളുന്ന ഈശ്വരനെ വഹിക്കുന്ന ദേഹങ്ങൾ തമ്മിൽ തൊട്ടുകൂടായ്മയോ ഐത്തോ വേണോ? മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ഒന്നായി തീരാതിരിക്കാൻ വേണ്ടിയാണ് ബുദ്ധിയുള്ളവർ നമ്മളെ എന്ത് പറഞ്ഞത്, ഇതൊന്നും പഠിക്കരുത് എന്ന് പറയുന്നത് ഇപ്പോഴും. മനസ്സിലായില്ലേ? ഏതൊന്നും നഷ്ടപ്പെട്ടാലാണോ സർവ്വ ഐശ്വര്യമില്ലാതെ തമ്മിൽ കലഹിക്കുന്നത്, ആ അവസ്ഥയിൽ നിർത്താനാണ് ഇപ്പോഴും ശ്രമം നടക്കുന്നത്. ഇതൊക്കെ അതിജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുക. ചിലപ്പോൾ ചിലർക്കൊന്നും ഇതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല. മനസ്സിലായി? അങ്ങനെയൊക്കെയുണ്ട്. ഈ അഭിമാനം എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. അത് ദുരഭിമാനമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ശത്രുതയായിട്ടൊക്കെ മാറും. യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടവരെയാണ് നമ്മൾ ആചാര്യന്മാരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമിക്കും ശ്രീനാരായണ ഗുരുദേവനും പരസ്പരം സഹോദരന്മാരെന്ന് വിശേഷിപ്പിച്ച് കെട്ടിപ്പുണരാൻ മടിയുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അവരെ പിൻതലമുറയിൽ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനങ്ങളിലുള്ളവരൊക്കെ തമ്മിലടിക്കാത്ത എന്തെങ്കിലും കുറവുണ്ടോ? മനസ്സിലായില്ലേ? തൻ്റെ പേര് തൻ്റെ കർമ്മത്തിന് തടസ്സമാണെങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനിച്ച മന്നത്ത് പത്മനാഭനെ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും. കേളപ്പജിയോടൊപ്പം ചേർന്നുകൊണ്ട് രാമനും ലക്ഷ്മണനുമാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിച്ച സാഹോദര്യം അതിനുശേഷം പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ചിന്തിക്കുക. നമ്മൾ പിന്തുടരേണ്ടത് അറിവുള്ളവരുടെ പാതയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ചിത്രം വീട്ടിൽ വെച്ച് പൂജിക്കാനല്ല നമ്മൾ ശീലിക്കേണ്ടത്. മനസ്സിലായി? ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരുടെയും ചിത്രം വീട്ടിൽ വെച്ച് പൂജിക്കുക. ഇവർ പറഞ്ഞതൊന്നും ജീവിതത്തിൽ പാലിക്കില്ല. അതിന് ആചാര്യന്മാരുടെ സ്ഥാനത്ത് മാത്രമല്ല, ഋഷീശ്വരന്മാരുടെ സ്ഥാനത്ത് മാത്രമല്ല, ഭഗവാന്റെ വരെ പ്രതിമയും വലിയ ഫോട്ടോയൊക്കെ വീട്ടിൽ വെച്ച് പൂജിക്കും. പക്ഷേ ഭഗവാൻ പറഞ്ഞതൊന്നും ജീവിതത്തിൽ പാലിക്കില്ല. അപ്പോൾ അതാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു വികലമായ ഭാവം. ശ്രീകൃഷ്ണ ഭഗവാനെ വെച്ച് പൂജിക്കുന്ന വീട്ടിൽ പോലും ഭഗവാന്റെ ഭാഗവതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അല്ലേ, ഭഗവാന്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യോപദേശമായി ഒരു വ്യക്തിയെ വാർത്തെടുക്കാൻ സാധിക്കുന്ന, ഒരു വ്യക്തിയെ കർമ്മോന്മുഖമാക്കാൻ സാധിക്കുന്ന, ഒരു വ്യക്തിയെ നല്ല ഹയർ പേഴ്സണാലിറ്റിക്ക് ഉടമസ്ഥനാക്കി മാറ്റാൻ പറ്റുന്ന, ഒരു വ്യക്തിയെ സമഗ്ര ബോധത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന ഏറ്റവും അമൂല്യമെന്ന് ലോകം മുഴുവൻ സ്വീകരിച്ചിട്ടുള്ള ഭഗവത്ഗീത അല്ലേ, ഭഗവാന്റെ ഉപദേശാമൃതമായ ഭഗവത്ഗീത. അതിലെ ഒരു ശ്ലോകമെങ്കിലും ഈ ജന്മത്തിൽ ഒരു ശ്ലോകമെങ്കിലും അതിൻ്റെ അർത്ഥമറിഞ്ഞൊന്ന് പഠിക്കുന്ന ഹിന്ദുക്കളുണ്ടോ? ഒരുപാട് പേര്. പക്ഷേ എത്ര പേരുണ്ട്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെയാണ് നമ്മൾ ഈശ്വരനിൽ നിന്ന് വിഭിന്നമായാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എവിടേക്കാണോ ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചത് രൂപത്തെ വെച്ച് പൂജിക്കാനല്ല, രൂപത്തെ വെച്ച് പൂജിച്ചുകൊണ്ട് അതിലൂടെ തത്വത്തിലേക്ക് ഉയരാനാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിവിടുന്ന് മാവേലിക്കര ടൗണിൽ പോയിട്ട് KSRTC ബസ്സിൽ കയറിയിരുന്നു. ആ ബസ് ഓടി തിരുവനന്തപുരത്ത് എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്താനുള്ള മോഹം നടക്കുമോ? കയറിയിരുന്നു എന്ന് വെച്ചിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ രൂപത്തെ വെച്ച് ആരാധിക്കൽ ബസ്സിനകത്ത് കയറിയിരിക്കൽ മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഓടിയെത്തലാണ് ഈ പഠനങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പഠനം നടക്കണം. അതിന്ന് ഇല്ലാതെ പോയതിൻ്റെ അവസ്ഥകളും ഉണ്ട്. അതിവിടെ നിന്ന് സൂചിപ്പിച്ചാണ് നാരദൻ നിമിത്തമായിട്ട്. അപ്പോൾ ഇവിടെ നാരദൻ എന്ന് പറയുന്ന സമയത്ത് പലരും ഇപ്പോൾ നാട്ടിൽ പുറത്ത് പറയപ്പെടുന്നൊരു ശൈലിയുണ്ട്. നാട്ടിൽ പരദൂഷണം പറയുന്ന തമ്മിൽ കലഹിപ്പിക്കുന്ന ആളിനെ എന്ത് വിളിക്കും? നാരദൻ വരുന്നു എന്നൊക്കെ പറയില്ലേ? നാരദൻ വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാരദൻ സർവജ്ഞാനിയാണ്. നമ്മൾ നാരദനെ അപമാനിക്കുന്നതിലൂടെ സാക്ഷാൽ നാരായണനെയാണ് അപമാനിക്കുന്നത്. നാരദനും നാരായണനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? നാരദരും നാരായണനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സംബന്ധ ബന്ധമോ കുടുംബ ബന്ധമൊന്നും അല്ല ചോദിച്ചത്. എന്തെങ്കിലും ബന്ധമുണ്ടോ? താത്വികമായി രണ്ട് തലത്തിൽ നമുക്കതിനെ പെട്ടെന്ന് പറയാൻ സാധിക്കും. അതിലൊന്ന്,
രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യാക്ഷരങ്ങളൊന്ന് എടുത്തു നോക്കേ. നാര എന്ന ശബ്ദം കാണാം. നമ്മൾ ഇന്നലെ തൊട്ടേ പറയുന്നു, പേരിൽ നിന്നാണ് തത്വത്തിലേക്ക് എത്തേണ്ടത്. മനസ്സിലായില്ലേ? വെറുതെ ഒരു പേരിടക്കമല്ല. നാരത്തിൽ അയനം ചെയ്യുന്നവൻ നാരായണൻ, നാരത്തെ സഞ്ചരിപ്പിക്കുന്നവൻ നാരദൻ എന്നും പറയാം, പകരുന്നവൻ എന്നും പറയാം. നാരമെന്ന് പറഞ്ഞാൽ ജലം എന്നൊരർത്ഥമുണ്ട്. അതിനേക്കാൾ ഇവിടെ എടുക്കേണ്ട അർത്ഥം അറിവെന്നുള്ളതാണ്, ജ്ഞാനം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം പാലാഴിയിൽ പള്ളി കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കല്പങ്ങൾ വരുന്നത് ജലം എന്ന അർത്ഥത്തിൽ വരുമ്പോഴാണ്. നാരത്തെ എന്ന് പറയുമ്പോൾ, നാരം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിവ്, ജ്ഞാനം. ജ്ഞാനത്തിൽ ശയിക്കുന്നവനാണ്, ജ്ഞാനത്തിൻ്റെ ഉടമസ്ഥനാണ് നാരായണൻ. ആ അറിവിനെയാണ് ലോകത്തിന് മുഴുവൻ ആര് പകരുന്നത്? നാരദൻ പകർന്നത്. ഇനി നമ്മൾ പറയും നാരായണ എന്ന 4 അക്ഷരം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഒരു തവണ തന്നെ ചൊല്ലിയപ്പോൾ വളരെ കുഴപ്പക്കാരനായി ജീവിച്ച അജാമിളന് പോലും മാറ്റം ഉണ്ടായില്ലേ? ഉണ്ടായോ? ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥയില്ലേ? അജാമിള മോക്ഷം. നമുക്ക് വീണ്ടും പുനഃസ്മരണ ചെയ്യേണ്ട കഥയാണത്. ആ ഒരു തവണ ആ അജാമിളന്, ചേട്ടാ ഭാഗവതത്തിൻ്റെ പുറത്ത് പാത്രം വെക്കാതെ, ഭാഗവതത്തിൻ്റെ മേളിൽ പാത്രം വെക്കാതെന്ന് ആ പാത്രം എടുത്ത് മാറ്റി വെക്ക്. അപ്പോൾ അവിടെ ആ അജാമിളന് മോക്ഷം കിട്ടിയത് എന്തുകൊണ്ടാണ്? നാരായണ എന്ന നാമം ഇല്ലേ, ആ നാമം ഒന്ന് ഉച്ചരിച്ചത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാരായണ എന്ന നാമം ഉച്ചരിക്കുന്നത് ആരാ? മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നാരായണ എന്ന് ജപിച്ച നാരദനെ വീണ്ടും മോശക്കാരനാണെന്ന് പറഞ്ഞാൽ ആ മോശം ആരിലേക്ക് ചെന്ന് ചേരും? ഭഗവാനിൽ ചെന്ന് ചേരും. നമ്മൾ ചെയ്യുന്ന നിന്ദ എവിടെയാണ് ചെന്ന് ഫലിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ആ അർത്ഥത്തിൽ നമ്മൾ നാരായണനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനി നാരദയുടെ മഹത്വം മുമ്പേ പറഞ്ഞു, സദാസമയത്തും നാരായണ എന്ന നാമം ഇല്ലേ ജപിക്കുന്ന ആളാണ്. അതിലുപരിയായി ബ്രഹ്മദേവൻ്റെ പുത്രനാണ്, ബ്രഹ്മർഷിയാണ്. പിന്നെയോ ഈ വ്യാസൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ രചിച്ചിരിക്കുന്ന സർവപുരാണങ്ങളെയും വ്യാസനിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരിലേക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് ആരാണ്? നാരദനാണ്. രാമായണ തത്വം വാൽമീകിക്ക് ഉപദേശിച്ചു കൊടുത്തതാരാ? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠ പുരുഷൻ ആരാണെന്ന ചോദ്യത്തിന് 64 ഗുണങ്ങളോട് തികഞ്ഞ ഉത്തമ പുരുഷൻ്റെ പേര് രാമനെന്നാണെന്ന് പറഞ്ഞത് നാരദരാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സർവശാസ്ത്ര പണ്ഡിതനാണ് നാരദൻ. നാരദരുടെ പേരിൽ തന്നെ ഒരു പുരാണമുണ്ട് ഇല്ലേ? 18 പുരാണത്തിൽ ഇവിടെ ഭഗവാന് കൃഷ്ണനൊരു പുരാണം ഉണ്ടെങ്കിൽ അതേ കണക്കൊരു പുരാണം നാരദരുടെ പേരിലുണ്ട്. ഇനി ഭക്തി എന്ന സൂത്രത്തെ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിച്ചിട്ടുള്ളതാരാ? നാരദരാ. അങ്ങനെ എണ്ണി പറഞ്ഞാൽ ഗണിതശാസ്ത്രത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ അധിപനാരാ? നാരദരാ. അത്രയും ശ്രേഷ്ഠനായ സർവ തരത്തിലും സർവവിദ്യാസമ്പന്നനായ നാരദരെ നമ്മൾ വിളിക്കുന്നത് ഇപ്പോൾ എന്താ? നമ്മുടെ അജ്ഞാനം കൊണ്ട്, നമ്മുടെ കാഴ്ചക്കുറവ് കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് മാറണം. അതുകൊണ്ടാണ് ഇത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഇവിടെ ആ നാരദ മഹർഷി വന്നു ചേർന്നു. ഇനിയിപ്പോൾ ചോദിക്കും, പുരാണത്തിൽ ചിലയിടത്ത് നാരദർ വന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുർജനങ്ങളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നാരദർ കലഹമെന്ന് തോന്നിക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. കലഹമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ദുർജനങ്ങളെ വളരെ വേഗത്തിൽ ഇല്ലാതാക്കണം. അതിനെന്ത് ചെയ്യും? അവരെ പുകഴ്ത്തി അവരെ ആർക്കെതിരെയാക്കും? ഈശ്വരനെതിരെയാക്കും. എന്താ കാരണം? അങ്കിലേ ഈശ്വരൻ ഒരാൾക്കൊരു ശിക്ഷ കൊടുക്കണമെങ്കിൽ തക്കതായ കുറ്റം ചെയ്യണ്ടേ? ആ കുറ്റം ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കലാണ് നാരദർ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നാരദർ ഒരിക്കൽ പോലും നല്ല വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി നാരദർ ഒരിക്കലും ഒരിടത്തും ഇടപെട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പകരം ദുർജനങ്ങളെ ഇല്ലാതാക്കൽ എന്ന പ്രക്രിയയാണ്. അത് നമ്മൾ സൂക്ഷ്മമായി പഠിക്കണം. നമ്മുടെ നാട്ടിൽ പരദൂഷണം പറയുന്നവർ നല്ല ജനങ്ങളെ രക്ഷിക്കാനാണോ പരദൂഷണം പറയുന്നത്? ആണോ? നമ്മുടെ നാട്ടിൽ പരദൂഷണം പറയുന്നു എന്ന് പറയപ്പെടുന്ന ആൾക്കാർ
എപ്പോഴും പരദൂഷണം പറയാൻ നല്ല ആളിന് എതിരെ ആയിരിക്കും പറയുന്നത്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? നാരദർ നല്ല ആളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ദുഷ്ടനെ ഇല്ലാതാക്കാനാണ് ചെയ്തതെങ്കിൽ നമ്മളെ നാട്ടിൽ ചെയ്യുന്നവരെന്തിനാ? നല്ല ആൾക്കാരെ മോശമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ദുർജനങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം നേരെ വിപരീതമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി 2 തരത്തിലുള്ള ഭാഷണമുണ്ട്, ദൂഷണമുണ്ട്. ഏതൊക്കെയാ? ഭാഷണവും ദൂഷണമുണ്ട്. പരഭൂഷണമുണ്ട്, പരദൂഷണമുണ്ട്. ഒരൊറ്റ അക്ഷരത്തിൻ്റെ മാറ്റം വന്നപ്പോൾ അർത്ഥം വ്യത്യാസമാവും. അതായത് ഒന്നിൽ ഭ എന്നാണെങ്കിൽ ഒന്നിൽ ദ എന്ന അക്ഷരം വന്നു. പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താ? പരനെ ദുഷിപ്പിക്കുന്നത്. പരനെന്ന് പറഞ്ഞാൽ ഈശ്വരൻ. അപ്പുറത്തിരിക്കുന്ന ആളല്ല പരൻ. അടിസ്ഥാനപരമായി പരനെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. കാരണം എന്താ? സർവരിലും ആരാ ഉള്ളത്? ഈശ്വരനാ ഉള്ളത്. ഈ പുറമേ കാണുന്ന ശരീരം എന്നത് കേവലം നശ്വരമായ വസ്തുവാണ്. അതിനുള്ളിൽ ആനന്ദപരമായ നാശമില്ലാത്ത യഥാർത്ഥ വസ്തു എന്താ? ഈശ്വരനാണ്. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ മരിച്ചുപോയി എന്ന് നമ്മൾ പറയാറില്ലേ? അല്ലേ? നമ്മൾ ചെന്ന് പറയാറുണ്ട്, ഇന്ന വീട്ടിൽ കൃഷ്ണൻകുട്ടി മരിച്ചുപോയി. നമ്മൾ കൃഷ്ണൻകുട്ടി എന്ന രൂപത്തിൽ അറിഞ്ഞ ആൾ നമ്മൾ ആ മരണ വീട്ടിൽ ചെന്നാൽ അതേ കണക്ക് അവിടെ കിടക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പം കൃഷ്ണൻകുട്ടി മരിച്ചങ്ങ് പോയെന്നാണ് പറഞ്ഞത്. പോയി, എവിടെയോ പോയി. അപ്പോൾ ഈ പോയെന്ന് പറഞ്ഞത് ഈ രൂപമല്ലെന്ന് മനസ്സിലായില്ലേ? നമ്മൾ കൃഷ്ണൻകുട്ടി എന്നോ, ഇനി കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ മാറ്റി പറയാം, ഗോമതി എന്ന് പറയാം, കുഴപ്പമില്ല. ഇവിടെ ഇല്ലാത്ത പേരിലേക്ക് നമുക്ക് പറയാം, പ്രശ്നമില്ല. അപ്പോൾ ആ രൂപത്തിൽ അറിഞ്ഞതല്ല യഥാർത്ഥത്തിലുള്ള ആൾ. യഥാർത്ഥത്തിലുള്ള ആൾ പോയപ്പോഴാണ് അതവിടെ കിടക്കുന്നത്. പിന്നെ നമ്മൾ കൃഷ്ണൻകുട്ടി എന്നതിനെ വിളിക്കാറുണ്ടോ? മരണത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലും ചോദിക്കുകയോ കൃഷ്ണൻകുട്ടി എപ്പോഴാണ് ചിതയിലേക്ക് എടുക്കുന്നത് ഇന്ന് വരെ ചോദിക്കാറുണ്ടോ? പിന്നെ എന്താ ചോദിക്കുന്നത്? ജഡം എപ്പോഴാണ് എടുക്കണേ അല്ലേ? മൃതശരീരം എപ്പോഴാണ് എടുക്കുന്നത്? അങ്ങനല്ലേ പറയുന്നത്? ശവസംസ്കാരം എന്ന് പറഞ്ഞത്. കൃഷ്ണൻകുട്ടിയുടെ സംസ്കാരം എന്ന് ആരെങ്കിലും ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗോപാലൻ്റെ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അതിനെ ഗോപാലനാക്കിയതും ഗോപാലനായി നിന്നതെല്ലാം പൊയ്ക്കഴിഞ്ഞു. അത് പിന്നെ ബാക്കി ജഡമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ശരീരത്തെ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഭാവത്തിൽ അറിയുന്നത്, പരനെയാണ്, ഈശ്വരനെയാണ്. അപ്പം നമ്മളൊരാളിനെ ദുഷിക്കുമ്പോൾ, അതുകൊണ്ടാണ് പരദൂഷണം സജ്ജനങ്ങൾ ചെയ്യില്ല. ചിലർക്ക് ഇതൊരു അലങ്കാരമാണ്. ആരെങ്കിലും കുറിച്ച് നേരം വെളുത്താൽ എണീറ്റ 4 കുറ്റം പറഞ്ഞില്ല ചിലർക്ക്. മനസ്സിലായില്ലേ? അത്താഴം കഴിച്ചില്ലേലും വേണ്ടില്ല, 4 വരെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സന്തോഷം വരത്തില്ല. ചിലരങ്ങനെയാണ്. റോഡിൽ കൂടെ പറന്നു പോകുന്ന കാക്കയെ വിളിച്ചു നിർത്തി വേണേലും നാട്ടുകാരൻ്റെ കുറ്റം പറഞ്ഞു കളയും. പിടിച്ചു നിർത്തി പറയുന്ന ആൾക്കാരുണ്ട്, അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട്. മനസ്സിലായില്ലേ? ഇതൊരു കേമത്വമാണെന്ന് ധരിച്ചുകൊണ്ട് നടക്കുന്ന ചിലരുണ്ട്. ഈ ഇപ്പോഴത്തെ TV ചാനലുകളൊക്കെ അല്ലേ, ഇല്ലാത്തതുണ്ടാക്കി പറഞ്ഞ് വാർത്ത സൃഷ്ടിക്കുന്ന കണക്ക് ചാനലിനെയും തോപ്പിക്കുന്ന നാട്ടിൻപുറത്തുകാരുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ദുഷിക്കുന്നത് ഈശ്വരനെയാണ്. ഇവിടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ നമസ്തേ എന്നൊരു വാക്ക് പറയാറില്ലേ തമ്മി കാണുമ്പോൾ? അല്ലേ? എന്തിനാണ് നമസ്തേ പറയുന്നത്? നമ അധികം തേ, ഞാൻ നിങ്ങളിലെ ഈശ്വരനെ നമസ്കരിക്കുന്നു, ശരീരത്തെ അല്ല. നമ്മളൊരാളോട് നമസ്തേ പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഈശ്വരനെ കാണുന്നത്. അപ്പോൾ അയാളും തിരിച്ച് ഏത് വാക്കാണ് പറയണേ? അതേ വാക്കാണ് നമസ്തേ. എന്താ കാരണം? ഞാൻ നിങ്ങളിലെ ഈശ്വരനെ നമിക്കുന്നു. പരസ്പരം ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈശ്വരനെ ദർശിക്കാൻ കഴിയുന്ന ജ്ഞാനത്തിലേക്ക് എത്തിക്കാനാണ് ഇപ്രകാരമുള്ള സമ്പ്രദായം. ഇവിടെയാണ് പരദൂഷണം പാടില്ല എന്ന് പറയുന്നത്. പരദൂഷണം കേൾക്കുന്നവനെ മാത്രമല്ല, പറയുന്നവനെയും നശിപ്പിക്കും. പറയുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ നശിക്കുന്ന സാധനമാണ് ഏത്? പരദൂഷണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ശീലം ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക, അതങ്ങ് കുറയ്ക്കുക ഘട്ടം ഘട്ടമായിട്ട്. ഇനി എന്താ വേണ്ടത്? പരദൂഷണം മാറ്റിയിട്ട് എന്ത് ചെയ്യണം? പരഭൂഷണം വേണം. പരഭൂഷണം എന്ന് പറഞ്ഞാൽ എന്താ? പരനെ കുറിച്ച് ഭൂഷണം ചെയ്യുന്നത്, അലങ്കരിക്കുന്നത്, ശ്രേഷ്ഠമാക്കുന്നത്, ഈശ്വരനെക്കുറിച്ച്. മനസ്സിലായില്ലേ? മറ്റുള്ളവരിലെ നന്മകൾ കാണുന്ന കാഴ്ചയാണ് പരഭൂഷണം. മറ്റുള്ളവരിലെ തിന്മകൾ കാണുന്നതാണ് പരദൂഷണം. മനസ്സിലായില്ലേ? അപ്പം മറ്റുള്ളവരിലും നന്മകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സാണ് നന്നാവുന്നത്. മറ്റുള്ളവരിലെ മോശം കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് എന്താവുന്നത്? മോശം ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നാരദരെയൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. ഈ നാരദരാണ് ഭക്തിയുടെ ശാസ്ത്രമായിട്ടുള്ള നാരദ ഭക്തിസൂത്രം രചിച്ചിട്ടുള്ളത്. ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ ശാസ്ത്രം ആരാണ് രചിച്ചിട്ടുള്ളത്? നാരദരാണ്.
ഇനി ഇതേ നാരദരെ തന്നെയാണ് ആരൊക്കെയാണോ ഭഗവാന്റെ ഭക്തരാകുന്നത് അവരെ മുഴുവൻ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ഒരു ജോലി ചെയ്യുന്ന ആളുകാരാ നാരദരാണ്. പ്രഹ്ലാദനെ ഭഗവാനിലേക്ക് എത്തിച്ചത് നാരദരാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ധ്രുവനെ ഭഗവാനിലേക്ക് എത്തിച്ചത് നാരദരാണ്. ഇങ്ങനെ ഓരോ ആൾക്കാരെയും കൃത്യമായിട്ട് ഭഗവാനിലേക്ക് ആരൊക്കെ എത്തണോ അവരെയൊക്കെ കണ്ടുപിടിച്ച് ഭഗവാനിലേക്ക് എത്തിക്കാൻ ചില വഴികൾ വ്യത്യാസമാണെന്നേ ഉള്ളൂ. ചിലരെ ആട്ടോയിൽ കൊണ്ടുപോയി, ചിലരെ ബസ്സിൽ കൊണ്ടുപോയി, ചിലരെ നടത്തിക്കൊണ്ടുപോയി, ചിലരെ വള്ളത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നതൊക്കെ മനസ്സിലല്ലേ? കംസനെ പോലെയുള്ള ആൾക്കാരെയും രാവണനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്തു? യുദ്ധത്തിലൂടെ കൊണ്ടുപോയി. ധ്രുവനെ പോലെയുള്ള ആൾക്കാരെ തപസ്സിലൂടെ കൊണ്ടുപോയി. പ്രഹ്ലാദനെ പോലെയുള്ള ആൾക്കാരെ നാമജപത്തിലൂടെ കൊണ്ടുപോയി. വ്യത്യാസം മനസ്സിലായില്ലേ? അവർ വ്യത്യസ്തമായ ശൈലിയിലാണെങ്കിൽ എത്തിച്ചത് എവിടെയാ? ഈശ്വരനിലേക്കാണ്. ഇപ്രകാരമാണ് നാരദരുടെ ഓരോ ഇടപെടിയിലും. ആ നാരദരാണ് എവിടെ എത്തിയത്? വ്യാസൻ്റെ മുന്നിൽ എത്തിയത്. വ്യാസഭഗവാനോട് നാരദർ ചോദിച്ചു, അല്ല നാരദ മഹർഷിയെ, എല്ലാവർക്കും ധർമ്മചിന്തയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന അങ്ങക്കെന്തോ ഒരു ചെറു വിഷമം പോലെ മുഖത്തിങ്ങനെ അല്ലേ? മനസ്സിലൊരു വിഷമം വന്നാൽ അത് എവിടെ പ്രതിഫലിക്കും? മുഖത്തുണ്ടാവും. അതുകൊണ്ടാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊരു ഇത് പറയുന്നത്. നല്ല അഭിനയം അറിയാവുന്നവർക്കൊന്നും വരില്ല, അത് വേറെ സത്യം. നിഷ്കളങ്കരായ മനുഷ്യരെ സംബന്ധിച്ചോളം, സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചോളം അവരുടെ മനസ്സിലെ ഭാവരസം എല്ലാം എവിടെ വരും? മുഖത്ത് വരും. അപ്പോൾ ഇത് കണ്ടിട്ടാണ് വ്യാസനോട് ചോദിച്ചു. വ്യാസഭഗവാൻ പറഞ്ഞു, അങ്ങയ്ക്കറിയില്ലേ ലോകത്ത് നടക്കുന്നത്? എല്ലാം അറിയുന്ന ആളല്ലേ അങ്ങ്. എങ്കിലും അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം എന്ന നിലയിൽ ഞാൻ പറയാം. ഇതൊക്കെ ചെയ്തു എങ്കിലും ഒരു പൂർണ്ണത അനുഭവപ്പെടുന്നില്ല, എവിടെ ഒരു അപൂർണത തോന്നിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സമയത്ത് നാരദർ പറഞ്ഞു, അല്ല മഹർഷി, അങ്ങയ്ക്ക് തന്നെ അറിയാം, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്ന ആധികാരികത ഒഴിവാക്കാനാണ്. അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കാനുള്ള സുരക്ഷാ കവചമാണ് ഞാനെന്ന ഭാവം തോന്നിപ്പിക്കാതെ ഉള്ള സംഭാഷണങ്ങൾ പോലും. അങ്ങനെയായിരുന്നു നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വ്യാസൻ അങ്ങോട്ട് ചോദിക്കുന്ന, മഹർഷി അങ്ങയ്ക്കറിയില്ലേ? തിരിച്ച് നാരദർ പറയാം, അങ്ങയ്ക്ക് അറിയുന്നത് തന്നെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. അങ്ങ് എന്തോ കൊണ്ട് മറന്നതായിരിക്കാം. എന്താ? അങ്ങ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. 17 പുരാണം എഴുതി, ബ്രഹ്മസൂത്രം രചിച്ചു, മഹാഭാരതം രചിച്ചു, അല്ലേ? വേദങ്ങളെയൊക്കെ വ്യസിപ്പിച്ചു. ഇതൊക്കെ ചെയ്ത അങ്ങ് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഭക്തിരസാനന്ദപ്രദമായി അങ്ങ് വർണ്ണിക്കുന്നതിലെന്തോ ഒരു വിട്ടുവീഴ്ച ഉണ്ടായി, അങ്ങ് വർണ്ണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരാം. ഇനി ഇവിടെ ഭക്തിരസാനന്ദപ്രദമായി കൃഷ്ണനെ വർണ്ണിച്ചിട്ടില്ല എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അല്ലാതെ കൃഷ്ണനെ വർണ്ണിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് വ്യാസൻ? ഉണ്ടോ? ഭാഗവതത്തിലല്ലാതെ കൃഷ്ണനെ വ്യാസൻ നമുക്ക് നൽകിയിട്ടുണ്ടോ? ഉണ്ടോ? ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ആവർത്തിക്കാം. ഭാഗവതത്തിലല്ലാതെ അതിനു മുമ്പ് വ്യാസൻ കൃഷ്ണനെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്, മഹാഭാരതത്തിൽ. അവിടെയാണ് ഭഗവത്ഗീതയൊക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? കൃഷ്ണൻ്റെ ഉപദേശമാകുന്ന ഭഗവത്ഗീതയും കുരുക്ഷേത്ര യുദ്ധവും മറ്റുള്ള വൃത്താന്തങ്ങളൊക്കെ അവിടെ എങ്ങനെയാണ് കൃഷ്ണനെ അവതരിപ്പിച്ചത്? പൗരുഷഭാവത്തിലുള്ള ഒരു യോദ്ധാവിനെ പോലെയാണ്. ഒരു രാജാവിൻ്റെ പ്രൗഢിയോടുകൂടി യുദ്ധക്കളത്തിലൊക്കെ നല്ല പതറാതെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ, മനസ്സിലായില്ലേ? ഒരു വലിയ ഭരണാധികാരി എന്നുള്ള നിലയിലൊക്കെ അവതരിപ്പിച്ചത്. അത് പോരാ എന്നാണ് ഇവിടെ നാരദർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ നമുക്ക് കൃഷ്ണൻ്റെ വളർച്ചയെത്തിയ കഥകളിൽ പലതുമില്ല, സെലക്റ്റീവായ കഥകളാണ് ഭാഗവതം. ഇവിടെ ഏറ്റവും കൂടുതൽ വർണ്ണിക്കുന്നത് ഭഗവാന്റെ ബാലലീലകളല്ലേ? മനസ്സിലായില്ലേ? മഹാഭാരതത്തിൽ ഇതൊന്നും വർണ്ണിച്ചിട്ടില്ല. ഒരു യോദ്ധാവെന്ന നിലയിൽ വളരെ പൗരുഷമുള്ള ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭക്തിരസപ്രദമായി ഭഗവാന്റെ ചരിതം പറയണമെന്ന് ആവശ്യപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ചതുശ്ലോകി എന്ന നിലയിൽ 4 ശ്ലോകങ്ങളിലായി ഭാഗവതത്തെ വ്യാസന് പകർന്നതാരാ? നാരദരാണ്. മനസ്സിലായില്ലേ? ഇതുകൊണ്ട് തന്നെ നാരദർ, ഈ ഒറ്റക്കാര്യം കൊണ്ട് തന്നെ നാരദരെ നമുക്കെല്ലാ അപമാനത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. എന്താ കാരണം? ഭാഗവതം അറിയുന്നവൻ ഭഗവാന് തുല്യനാണ്. മനസ്സിലായില്ലേ? വ്യാസൻ എഴുതി വെക്കുമ്പോൾ അങ്ങനെയാണ്. ഭാഗവതവും ഭഗവാനും ഭാഗവതത്തെ അറിയുന്ന ഭക്തനും ഒരുപോലെയാണ്. അപ്പോൾ ആ നിലയിൽ, കാരണം ഭഗവാനെ അറിയുക എന്ന് പറഞ്ഞാൽ ഭഗവാനായി തീരുക എന്നുള്ളതാണ്. ശിവം ഭൂത്വ ശിവം യജ്വ ശിവം ഭൂത്വ എന്ന് പറയും. ശിവനെ ഭജിച്ച് ശിവനായി തീരുക. നമ്മുടെ ഹിന്ദു സങ്കല്പം അങ്ങനെയാണ്. അല്ല, ദേവനെ എന്നും നമ്മൾ താഴെ നിന്ന് ആരാധിക്കാനല്ല.
നമ്മുടെ പുരാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന നേരെ ഭഗവാന് തുല്യം തന്നെയാണ്. കാരണം എന്താ, നമ്മുടെ ഉള്ളിലും ആ ഭഗവാനെന്ന് സങ്കല്പിക്കുന്ന രണ്ടിലും ഇരിക്കുന്ന എനർജി ഒന്ന് തന്നെയാണ്. അതൊന്നാണെന്ന ബോധത്തിൽ അനുഭവിച്ചാൽ പൂർണ്ണമായി. മനസ്സിലായില്ലേ? നമ്മൾ ആ ബോധത്തിലേക്ക് ഉയരുന്നില്ല. സത്യസായി ബാബ എന്ന് പറയപ്പെടുന്ന ഒരാളിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ സത്യസായി ബാബ പലപ്പോഴും അവകാശപ്പെടാറുണ്ട് ഞാൻ ഈശ്വരനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പത്രക്കാരനൊരു ഇൻ്റർവ്യൂവിന് വന്നു. ഈ പത്രക്കാരൻ ബാബയോട് ചോദിച്ചു, അങ്ങ് ഈശ്വരനാണോ? ബാബ പറഞ്ഞു, അതെ ഞാൻ ഈശ്വരനാണ്. അതെന്താ അങ്ങ് ഈശ്വരനാണെന്ന് പറഞ്ഞത്? സർവ്വതിലും ഈശ്വരൻ തന്നെ, അതുകൊണ്ട് എന്നിലും ഈശ്വരനാണ്, ഞാൻ ഈശ്വരനാണ്. അപ്പോൾ പത്രക്കാരൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാനും ഈശ്വരനല്ലേ? ബാബ പറഞ്ഞു, അതെ നിങ്ങളും ഈശ്വരനാണ്. എന്നിട്ടെന്താ എന്നെ ആരും അങ്ങനെ ആരാധിക്കാത്തത്? അതിൻ്റെ കാരണം നിങ്ങൾ ഈശ്വരനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. മനസ്സിലായില്ലേ? മറ്റുള്ളവരറിയുന്നതിനേക്കാൾ മുമ്പ് ആരറിയണം? നമ്മളറിയണം. നമ്മളറിയണമെന്ന് വെച്ചാൽ നാളെ തൊട്ട് കിരീടമൊക്കെ എടുത്ത് വെച്ച് ഓടക്കുല്ലും പിടിച്ച് കയ്യിലൊരു വാളുമൊക്കെ പിടിച്ച് ഒരു തൃശ്ശൂലമൊക്കെ പിടിച്ച് റോഡിലോട്ട് ഇറങ്ങിയത് ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ നേരെ കുതിരവട്ടത്ത് ഉണ്ടാക്കും. അങ്ങനെ ആവണമെന്നല്ല പറഞ്ഞത്. അറിവ് കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ആരോടും വിളിച്ചു പറയാതെ തന്നെ ലോകം നമ്മളെ തിരിച്ചറിയും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെയും വളരെ കൃത്യമായിട്ട് ആ നാരദ മഹർഷി ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു. ആ ഭാഗവതത്തിൻ്റെ തത്വത്തിലാണ് പിന്നീട് വ്യാസൻ ഭാഗവത രചന ആരംഭിക്കുന്നത്. ഇങ്ങനെയാണ് ഭാഗവതത്തിൻ്റെ രചനയിലേക്ക് ആര് വരുന്നത്? വ്യാസൻ വരുന്നത്. ഈ ഭാഗവതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാൻ വ്യാസൻ മറ്റൊരു പുരാണത്തിൽ പറഞ്ഞു, നമ്മൾ മാഹാത്മ്യത്തിൽ പറഞ്ഞു. ഇത് കൂടാതെ ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്തണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ മഹത്വത്തെ അറിയാൻ ശ്രമിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒന്നുകൂടി ഇതിൻ്റെ ശ്രേഷ്ഠത ഒന്ന് ഉറപ്പിക്കണം എന്ന് ആർക്ക് തോന്നി? നാരദർക്ക് തോന്നി. നാരദർ അതുകൊണ്ട് വ്യാസനോട് പറഞ്ഞു, ഹേ വ്യാസ, ഈ ഭാഗവതം സത്സംഗമാണ്. ഈ ഭാഗവതം എന്താ? സത്സംഗമാണ്. എന്താ സത്സംഗം എന്ന് പറഞ്ഞാൽ? ജ്ഞാനത്തോട് പൂർണ്ണമായും ലയിക്കാൻ സഹായിക്കുന്ന കൂടിച്ചേരലിനെയാണ് സംഘം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ. സത്തിനോടുള്ള കൂടിച്ചേരൽ. പരിപൂർണമായ സത്തെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും പൂർണ്ണമായ സത്യം ഏതാ? ഈശ്വരനാണ്. ബാക്കിയൊക്കെ അസത്യമാണ്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ ഈ വിളക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാര്യം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇതുണ്ട്. സത്യമാണെന്ന് പറയില്ലേ? ഞാനിത് കാണുന്നു, അതുകൊണ്ട് സത്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾ സത്യമാണോ വെച്ചാൽ സത്യമാണ്, അടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും പാരമാർത്ഥിക തലത്തിൽ സത്യമാണോ? നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് കൊണ്ട് അത് സത്യമാണ്. മനസ്സിലല്ലേ? നമ്മൾ അടുത്തിരിക്കുന്ന ഒരാൾ ഒരാഴ്ച കഴിഞ്ഞ് കാലം ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളുണ്ട് എന്ന സത്യത്തെ നമുക്ക് പറയാൻ പറ്റുമോ? ഈ വിളക്കെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികാലം തൊട്ട് ഇതണക്കുള്ളതാണോ? ആണോ? ഇനി എല്ലാ കാലത്തും ഒരിക്കലും നാശമില്ലാതെ ഇതണക്കിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മാറ്റമുണ്ട്. നമ്മളിന്ന് കാണപ്പെടുന്ന സത്യങ്ങൾക്ക് തന്നെ ചെറിയ വേർതിരിവുകളുണ്ട്. ഒന്ന് നൈമിഷിക സത്യമുണ്ട്. കാരണം ഒരു നിമിഷം ഉണ്ടെന്ന് തോന്നും, പിന്നെ അതില്ല. ഇപ്പം മിന്നൽ സത്യമാണെന്ന് ചോദിച്ചാൽ സത്യം എന്താ? മിന്നൽ വന്നു, ആകാശത്ത് മിന്നൽ വന്നത് കൊണ്ട് കണ്ടു. പക്ഷേ അത് എല്ലാ സമയത്തും അവിടെ നിലനിൽക്കുന്നുണ്ടോ? വന്ന സമയത്ത് വന്നോ, അനുഭവിച്ചു പോയി. മനസ്സിലായില്ലേ? പിന്നെ ചിലതോ ഹ്രസ്വമായതുണ്ട്. ഇപ്പം നമ്മൾ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരിക, നമുക്ക് തോന്നി ഇന്ന ആളാണ്. പക്ഷെ അടുത്ത് വന്നപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു ആ ആളല്ല. അപ്പോൾ ദൂരെ നിന്ന് നോക്കി അടുത്ത് വരുന്നത് വരെ നമ്മുടെ മനസ്സിൽ വേറൊരാളായിട്ട് സങ്കല്പിച്ചില്ലേ നമ്മൾ? അപ്പോൾ അതൊരു ഹ്രസ്വ സത്യമായിട്ട് നിന്നു. ഇനി വ്യാവകാരിക സത്യമുണ്ട്. എന്താ? അനുഭവിക്കുന്നത് കൊണ്ട് സത്യമാണെന്ന് പറയേണ്ട ചിലതുണ്ട്. ഇപ്പം നമ്മളിരിക്കുന്ന ഈ മണ്ഡപം സത്യമാണോ എന്ന് വെച്ചാൽ സത്യമാണ്. എന്തുകൊണ്ടാണ്? അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്നില്ലേ വെയിൽ കൊള്ളാതെ? ഇപ്പോൾ ഒരു മഴ പെയ്താലും അത് കൊള്ളാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മണ്ഡപത്തിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ? ഇല്ലേ? പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? അത് വ്യാവഹാരികമാണ്. ആ വ്യാവഹാരിക സത്യത്തിൽ പെടുന്നതാണ് ഈ ശരീരം പോലും. എക്കാലം ഇതുണ്ടോ? ഇല്ല. എക്കാലം ഇതുണ്ടോ എന്നുള്ള ചോദ്യത്തിനേക്കാളും രസകരമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഉണ്ട് എന്ന് വിചാരിക്കുന്നതിന് പോലും ഓരോ ഘട്ടത്തിൻ്റെ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ആണോ? ശിശു മരിച്ചല്ലേ നമ്മൾ നേരെ കിശോരത്തിലെത്തിയത്? ശിശുവിൻ്റെ ഭാവം മരിച്ചിട്ടല്ലേ കിശോരത്തിലെത്തിയത്? കിശോരഭാവം മരിച്ചിട്ടല്ലേ ബാല്യത്തിലെത്തിയത്? ബാല്യം എന്ന് പറയുന്നത് മരിച്ചിട്ടല്ലേ യൗവനത്തിലെത്തിയത്? യൗവനം മരിച്ചിട്ടല്ലേ വാർദ്ധക്യത്തിലെത്തുന്നത്? ആണോ അല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മളിലെ അവസ്ഥകൾ പോലും മരണപ്പെട്ട് മാറ്റം വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലോ ഈ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന വസ്തു തന്നെ പൂർണ്ണമായിട്ടങ്ങ് മാറും. അല്ലേ? ഈ ശരീരത്തിൽ നിന്നും നമ്മളിങ്ങനെ കുടിയിരിക്കുമോ? ഇരിക്കുമോ? പലർക്കും മിണ്ടാനൊരു വിഷമം, വിടാനുള്ള വിഷമം കൊണ്ടായിരിക്കും.
ഇനി വിഷമിച്ചാലും സന്തോഷിച്ചാലും എന്ത് ചെയ്യണം? വിട്ടേ പറ്റൂ. മനസ്സിലായില്ലേ? ഒരു നാൾ ചരട് പൊട്ടും. ചരട് പൊട്ടാതെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? സാധിക്കുമോ? കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമമായി വാണിയിടുകിലും ഒന്നുരിയാൻ ഇട കിട്ടാതെ ആയിരിക്കും ചിലപ്പോൾ പോകേണ്ടി വരുന്നത്. നമ്മളൊക്കെ പറയും അന്ത്യകാലത്ത് ഭഗവാൻ നാരായണനെ സ്മരിച്ചു പോകണമെന്ന് പറയും. അങ്ങനെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പേർക്ക് അന്ത്യകാലത്ത് സ്മരിച്ചാൽ പോരെ, ഇപ്പോഴേ സ്മരിക്കണം. അന്ത്യകാലത്ത് സ്മരിക്കണമെങ്കിൽ തന്നെ ഇപ്പോഴേ തൊട്ട് പരിശീലിച്ചാലേ അല്ലേ? പരീക്ഷയ്ക്ക് എക്സാം എഴുതുന്ന സമയത്താണോ നമ്മൾ പാഠപുസ്തകം പഠിക്കുന്നത്? നേരത്തെ പഠിച്ചാലല്ലേ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ജയിക്കാൻ പറ്റൂ. എന്നതുപോലെ നേരത്തെ പരിശീലിച്ചാലേ അവസാന ഘട്ടത്തിൽ ഏത് വരുത്തുള്ളൂ? നാരായണ എന്ന വാക്ക് തന്നെ വരുത്തുള്ളൂ. ഇനി നമ്മുടെ ശ്രേഷ്ഠനായ ഒരു ആചാര്യൻ പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നത്, അല്ലയോ ഭഗവാനെ, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടൊരു കീർത്തനത്തിൽ അദ്ദേഹം പറഞ്ഞത്, അല്ലയോ ഭഗവാനെ, ഈ ശരീരം അവസാന കാലമെത്തുമ്പോഴത്തേക്ക് ഒരുമാതിരി തളർന്നിട്ടുണ്ടാവും, ക്ഷീണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ശബ്ദം തന്നെ പുറത്തോട്ട് വരാൻ സാധിക്കാത്ത അവസ്ഥ വരും, ഖപം കൊണ്ട് നിറഞ്ഞെന്ന് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അന്ന് എനിക്ക് നാരായണ എന്ന് വിളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വിളിക്കുന്ന വിളി അന്നത്തെ വിളിയാക്കി കണക്കാക്കി എങ്കിലും നീ എന്നെ അങ്ങ് കൊണ്ടുപോകണേ. മനസ്സിലായില്ലേ? അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ എനിക്ക് വിളിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ ഇപ്പോഴേ വിളിക്കുന്നത് പരിഗണിച്ച് എൻ്റെ അവസ്ഥയുടെ ദുർഭാവം കൊണ്ട് വിളിക്കാൻ പറ്റിയില്ല എന്ന് നീ മനസ്സിലാക്കി നിൻ്റെ കാരുണ്യം എന്നിൽ നീ ചൊരിയണമേ. വളരെ കൃത്യമായിട്ടല്ലേ നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മുന്നിൽ വളരെ സുവ്യക്തമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൂന്താനവും പറയും, എങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കണം? നമുക്ക് വേണ്ടി ജപിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജപിക്കാം, ഇല്ലെങ്കിൽ സ്വപ്നത്തിലെങ്കിലും, മനസ്സിലായില്ലേ, ഭഗവാന്റെ നാമം ജപിക്കാം. ഇനി അതും ജപിക്കാൻ മനസ്സിലെങ്കിലോ പരിഹസിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് ജപിച്ചുകളാം. മനസ്സിലായില്ലേ? അങ്ങനെ ജപിച്ചാൽ പോലും ഭഗവാന്റെ നാമം ജപിക്കുന്നത് പുണ്യപ്രദമാണ്. ഇവിടെയാണ് നമ്മൾ ആ ഭഗവാനിലേക്ക് എത്തുന്ന തത്വത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്രകാരം നാരദർ ഒന്നുകൂടെ ഉറപ്പിക്കാൻ പറഞ്ഞത് സത്സംഗമാണ്. ഈ സത്സംഗത്തിൻ്റെ പ്രത്യേകത എന്താ? പാരമാർത്ഥികമായ സത്യത്തിനോട് ചേരാനാണ് സത്സംഗം. സത്സംഗം എന്ന് പറയുന്നത് പറയുന്നവനെയും കേൾക്കുന്നവനെയും അനുഭവിക്കുന്നവനെയും എല്ലാം ഒരുപോലെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സത്സംഗം എവിടെ നിന്നൊക്കെ ലഭിക്കാം? നമ്മളെ വീടുകളിൽ സന്ധ്യനാമം ജപിക്കുന്ന ഒരു സത്സംഗമാണ്. അതുകൊണ്ടാണ് നാമജപം നിത്യേന വീടുകളിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞത്. ഇന്ന് വീടുകളിൽ നിത്യേന സത്സംഗം നടക്കുന്നുണ്ട്. ആരാ? ടേപ്പ് റെക്കോർഡ്, പെൺഡ്രൈവ്. ഇന്ന് അമ്പലങ്ങളിൽ പോലും സത്സംഗം നടക്കുന്ന പെൺഡ്രൈവിനാണ്. ഈ പെൺഡ്രൈവിന് മുക്തി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിൽ ആ പ്രദേശത്തുള്ള ഭക്തജനങ്ങൾ വന്നിരുന്ന് നാമം ചൊല്ലിയിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് മൈക്കൊക്കെ വന്നപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇത് ചെല്ലുന്നത് കേട്ട് മറ്റുള്ളവരും കൂടെ വരട്ടെ എന്ന് വെച്ചുകൊണ്ട് മൈക്ക് വെച്ച് കൊടുത്തു. ഇപ്പോൾ ഈ ചില ശാസ്ത്രം വികസിക്കുന്നത് ഗുണത്തേക്കാളും ദോഷം വന്നു. അവസാനം എന്ത് ചെയ്തു? മൈക്കിൻ്റെ മുമ്പിൽ ചെല്ലാനുള്ള മനുഷ്യനില്ലാതായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? കാസറ്റുകൾ ഇറങ്ങി. നമ്മളൊന്ന് ആലോചിക്കുക, യേശുദാസും ചിത്രയും കലാഭവൻ മാണിയും മൈക്കിനകത്തൂടെ ടേപ്പ് റെക്കോർഡിലൂടെ പാടുന്നത് കൊണ്ട് നമുക്കെന്തെങ്കിലും പുണ്യമുണ്ടോ? ഒരർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ നാട്ടുകാരെ ശല്യപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. സൗണ്ട് പൊല്യൂഷൻ മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഭക്തി ടേപ്പ് റെക്കോർഡിനോ മൈക്കിനോ ആംപ്ലിഫയറിനോ ഭക്തിയുണ്ടോ? ഭക്തിയുള്ളത് മനുഷ്യനാണ്. നാമം ജപിക്കുന്നത് ഭക്തി വർദ്ധിക്കാനാണ്. അപ്പോൾ ആര് ചെല്ലണം? ആര് ചെല്ലണം? നമ്മളൊന്ന് തീരുമാനിക്കുക. സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ CD-യും പെൺഡ്രൈവും ഒഴിവാക്കണമെന്ന് സജ്ജനങ്ങൾ തീരുമാനിക്കുക. എല്ലാ ദിവസവും ചിലപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാധിക്കില്ല. ഒരു ദിവസമെങ്കിലും ഇവിടുത്തെ ഭക്തജനങ്ങൾ വന്നിരുന്ന്, മനസ്സിലായില്ലേ, ആ നാമം ജപിച്ചാൽ അതാണൊരു മഹാക്ഷേത്രത്തിൻ്റെ പുണ്യം. ക്ഷേത്രത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ കെട്ടിക്കെട്ടി പൊക്കുക എന്നുള്ളത് മാത്രമല്ല. ചിലർ പറയും ക്ഷേത്ര പുനരുദ്ധാരണം നടന്നത് എന്താ? പണ്ട് ഞങ്ങളെ ക്ഷേത്രം കട്ട കൊണ്ടായിരുന്നു, പിന്നെ അത് പാറ കൊണ്ടായി, പിന്നെ തടി കൊണ്ടായി, പിന്നെ ഞങ്ങൾ സ്വർണം പാകി, പിന്നെ ഞങ്ങൾ ചെമ്പോല പാകി, പിന്നെ ഇതൊക്കെ വേണം. അതൊക്കെ മറ്റൊരു ഘടകമാണ്. യഥാർത്ഥത്തിലെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് എവിടെയാണ് നടക്കേണ്ടത്? ഭക്തൻ്റെ ജീവിതത്തിലാണ്. അങ്ങനെ ഒരു പുനരുദ്ധാരണം നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ടോ? ഈ പുനരുദ്ധാരണം നടക്കാൻ ദേവപ്രശ്നമൊന്നും വെക്കണ്ട, ഇതിനെ കബഡി നിന്ന് നിർത്തണ്ട. ഇതിന് ഓരോ ഭക്തനും സ്വയം ചിന്തിക്കുക, എനിക്ക് ഈശ്വരനോട് ഭക്തിയുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഭക്തി പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? നാമം ജപിച്ച. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം?
അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഇനി അതും പറ്റത്തില്ല, ഞങ്ങൾക്ക് അത്രയും സമയമില്ല ഈശ്വരനെ കാണാൻ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ മാസത്തിലൊരു ദിവസമെങ്കിലും നമ്മൾ വന്നിരുന്ന് നാമം ജപിക്കുക. സാമൂഹിക നാമജപം നമ്മൾ നടത്താൻ തയ്യാറാവുക. സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ഭക്തജനങ്ങളൊക്കെ ചിന്തിക്കുക. വേറെ ആർക്കും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നെങ്കിലും നല്ലതില്ലാണ്ടായാൽ പിന്നെ എൻ്റെ ഉപ്പൂപ്പാനൊരു ആനയുണ്ടായിരുന്നു, ഇപ്പോൾ തഴമ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന കണക്കായിപ്പോവും. തഴമ്പ് തടവി നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ആനയ്ക്ക് ആന തന്നെ വേണം. അപ്പം നമ്മൾ തീരുമാനിക്കുക. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ 1, 2, 3 പേരല്ല ഞാൻ പറഞ്ഞത്, ഈ നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങളും ഭക്തന്മാരും ഒരുമിച്ച് വന്നിരുന്ന് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുന്നത്. അതാണ് ശരിയായ സത്സംഗം. അതിൻ്റെ പ്രതിഫലനമാണ് ഓരോ വീടുകളിലും നടക്കേണ്ട നാമജപം. മനസ്സിലായില്ലേ? ഇനി അത് കഴിഞ്ഞാലോ, ക്ഷേത്രത്തിൽ വരുന്നത് ഒരു സത്സംഗമാണ്, ഗുരുനാഥന്മാരെ കാണുന്നത് സത്സംഗമാണ്, അറിവ് തേടുന്നതെല്ലാം സത്സംഗമാണ്, സദ്ഗ്രന്ഥങ്ങൾ പാരായണം നടത്തുന്ന സത്സംഗമാണ്. അപ്പോൾ ഈ സത്സംഗത്തിൻ്റെ പുണ്യം ഫലം എന്താണ് എന്നുകൂടി ആര് വെളിവാക്കി കൊടുക്കുകയാണ്? നാരദർ വെളിവാക്കി കൊടുക്കുകയാണ്. ഇനി നാരദർ പറയുന്നത് സ്വന്തം ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ പറയില്ലേ, സാക്ഷി പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ്. ഒരാൾ പറയാണ് ഞാൻ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊന്നുകൂടെ വിശ്വാസം വരില്ലേ. ഇപ്പോൾ ഒരാൾ പറയും ഇന്ന കടയിൽ പോയാൽ നല്ല വസ്ത്രങ്ങൾ കിട്ടും, നല്ല തുണിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ കാണത്തില്ല, ആര് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതേ ഉള്ളൂ എന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. ഇവിടെ നമുക്കറിയാം രാമായണത്തിൽ ഇതുപോലെ തന്നെ ഒരു സാക്ഷിത്വം ഉണ്ട്. ആരാ? രത്നാകരൻ എന്ന കഥയിലൂടെ പറയുന്നുണ്ട്, രാമമന്ത്രത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് വാൽമീകിയായി മാറി എന്ന് പറയുന്ന ഒരു തത്വത്തെ പറയുന്നുണ്ട്. ഇനി 2 ചിന്തകളുണ്ട്. വാൽമീകി രാമായണത്തിൽ രത്നാകരനാണ് വാൽമീകി എന്നെങ്കിലും പ്രകീർത്തിക്കുന്നില്ല. എഴുത്തച്ഛനാണത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ചത്. ചിലയിടത്ത് അങ്ങനെയുള്ള ചില യോജനകളൊക്കെ നടന്നിട്ടുണ്ട്. എങ്കിലും രത്നാകരൻ എന്ന് പറയുന്ന വ്യക്തി ശ്രേഷ്ഠനായി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് രാമനാമത്തിൻ്റെ ശക്തി കൊണ്ടാണ് അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇവിടുത്തെ സാക്ഷ്യപ്പെടുത്തൽ എന്താ? നാരദർ പറയുന്നു, തൻ്റെ പൂർവ്വവൃത്താന്തം പറഞ്ഞു നാരദർ പറയുകയാണ്, പൂർവ്വജന്മത്തിൽ ഞാനൊരു ദാസീപുത്രനായിരുന്നു. ദാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ള വീടുകളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീയെയാണ് ദാസി എന്ന് വിളിക്കുന്നത്. അപ്പം മറ്റുള്ളൊരു ഗൃഹത്തിൽ ജോലിക്ക് പോയി ജീവിതമാർഗം തേടിയിരുന്ന ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണ അങ്ങനെയുള്ളവരാണല്ലോ അങ്ങനെ പോകുന്നത്. ആ നിലയിലുണ്ടായിരുന്നൊരു ദാസീപുത്രനായിരുന്നു ഞാൻ. എനിക്ക് കേവലം 5 വയസ്സിനടുത്ത് പ്രായം. അമ്മയോടൊപ്പം സദാസമയത്തും അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിൽ ഞാനും കൂടെ പോകും. കാരണം അച്ഛൻ കുഞ്ഞുനാളിലേ നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ എന്നെ വേർപിരിഞ്ഞ് ഒരു സമയത്തും വിടാറില്ലെങ്കിലും, കാരണം അതിനുള്ള പ്രായമായില്ല. ഇനി ആ കുഞ്ഞു പ്രായത്തിൽ അമ്മയെ വേറിട്ട് കുഞ്ഞെവിടെങ്കിലും പോവുമോ? അതും പോവില്ല. വളർന്നു കഴിഞ്ഞാലാണ് പിന്നെ അമ്മയും വേണ്ട അച്ഛനും വേണ്ട, എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളൂ, സ്വന്തം കാര്യം നോക്കി. പക്ഷെ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിലുള്ള നന്മകൾ വളരുമ്പോൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? നമ്മൾ വളർത്തി എന്തൊക്കെ ഗുണം വേണോ അതെല്ലാം നമ്മൾ കോതി, എന്തൊക്കെ വേണ്ട എന്നുണ്ടോ അതൊക്കെ അത് കൂടുതലും നമ്മൾ ചേർത്ത് പിടിപ്പിച്ചു കൊടുത്തില്ലേ. നമ്മളും ചേർത്ത് പിടിപ്പിച്ചു, അവരും പിടിച്ചു. നമ്മളൊന്ന് ചിന്തിച്ചൊക്കെ, കുഞ്ഞുനാളിൽ ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്തുനിന്ന് മാറിപ്പോകാനാണ് അവന് ഏറ്റവും വലിയ ദുഃഖം. അവനെ എവിടെയെങ്കിലും നിർത്തി അമ്മ പോകുന്നെന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും വലിയ വിഷമമാണ്. അവൻ്റെ കളിപ്പാട്ടം വരെ അവൻ വലിച്ചെറിഞ്ഞ് ആരുടെ കൂടെ ഓടും? അമ്മയുടെ കൂടെ ഓടും. നീ എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ പറയും വേണ്ട, എനിക്ക് അമ്മയുടെ കൂടെ പോയാൽ എന്ന് പറയും. ഇപ്പോഴോ വേറെ പലതും നേടാൻ അമ്മയും അച്ഛനെ ഉപേക്ഷിക്കാൻ വല്ല മടിവല്ലോ ഉണ്ടോ വളർന്നപ്പോൾ? അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ വളരുകയാണോ? ചിന്തിക്കുക. ചില ചിന്തകൾക്കൊക്കെ ചില സമയങ്ങൾ നല്ലതാണ്. അപ്പോൾ ഇവിടെയും ഈ അമ്മയും കുഞ്ഞും ഒരുമിച്ചിട്ടാണ് ഈ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഒരു സമയത്ത് അവിടെ കുറേ മഹർഷിമാർ ആ വീട്ടിൽ വന്നു. ചാതുർമാസ്യ വ്രതം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് നമ്മുടെ ആചരണത്തിൽ. ഈ ചാതുർമാസ്യ വ്രതം എന്ന് പറയുന്നത് വർഷത്തിൽ 4 മാസക്കാലം യാത്രകൾ ദുഷ്കരമായ കാലമായിട്ട് കണക്കാക്കാറുണ്ട്. ആ സമയത്ത് പ്രകൃതി അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും മഴയും മറ്റുമൊക്കെ വരുന്ന ആ കാലഘട്ടത്തിൽ ഈ ദേശാടനം ചെയ്യുന്ന മഹാത്മാക്കൾ അത് അവസാനിപ്പിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കും. ആ സമയത്താണ് ഇവർ പരസ്പരം അവരുടെ അനുഭവജ്ഞാനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നത്. അവരൊരു സ്വയം പരിശീലനത്തിൽ ഏർപ്പെടുന്നത്. അപ്രകാരമുള്ള ചാതുർമാസ്യ വ്രതം എടുക്കാൻ വേണ്ടി ഇവർ വന്നു ചേർന്ന വീട് ഈ ദാസി പ്രവൃത്തി ചെയ്യുന്ന ജോലി ചെയ്യുന്ന വീട്ടിലാണ്.
കാരണം ഇവരെല്ലാം വന്ന് താമസിക്കുമ്പോൾ ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം കഴിയുന്ന വീട്ടിലല്ലേ വന്ന് താമസിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രമാണിയുടെ വീട്ടിൽ തന്നെ അവർ വന്നു. അദ്ദേഹമാകട്ടെ വളരെ സന്തോഷത്തോടെ സൽക്കരിച്ചു. കാരണം എന്താ, ജ്ഞാനികൾ വരുന്നത് ഒരു വീട്ടിലെ സംബന്ധിച്ചോളം, ഒരു വീട്ടുടമസ്ഥനെ സംബന്ധിച്ചോളം ഈശ്വരൻ സ്വന്തം ഗൃഹത്തിലേക്ക് വരുന്നതിന് തുല്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ, ആ വന്ന ആളിനെയല്ല അവിടെ ആരാധിക്കുന്നത്, പിന്നെയോ ആ ആളിലുള്ള അറിവിനെയാണ്. മനസ്സിലായില്ലേ? അറിവിനെ ആരാധിക്കുന്നു. കാരണം അറിവ് ഈശ്വരനാണ്. അവിടെയാണ് ജ്ഞാനികളായിട്ടുള്ള മഹർഷിമാർ വന്നു ചേർന്നു. അപ്പോൾ ആ മഹർഷിമാർ വന്നു ചേർന്നപ്പോൾ അവരെ യഥാവിധി സൽക്കരിച്ചു. അവർക്ക് 4 മാസം അവിടെ താമസിക്കാനുള്ള അനുവാദവും കൊടുത്തു. ഇതൊരു പുണ്യമായി കാണുകയാണ്, ഭാഗ്യമായി കണ്ടുകൊണ്ട് അവസരം കൊടുത്തു. എന്നിട്ടോ ഇവരെ ശുശ്രൂഷിക്കാൻ ഇവർക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കി കൊടുക്കണമല്ലോ, ഇവർക്ക് ആവശ്യമായ കുടിക്കാനുള്ള വെള്ളം കൊടുക്കണം, പൂജയ്ക്കുള്ള സാധനം കൊടുക്കണം, ഇവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ 4 മാസം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഒരാളെ നിയോഗിച്ചു. അതാരെയാ? ഈ കുട്ടിയുടെ അമ്മയെ. അനവധി ദാസിമാരുണ്ടെങ്കിലും ആ ഭാഗ്യം കിട്ടിയത് ആർക്കാ? ഈ അമ്മയ്ക്കാണ്. ഈ അമ്മയാകട്ടെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്തു. ആ സന്തോഷത്തോടുകൂടി ആ ജോലി ഏറ്റെടുത്തു. അപ്പോൾ അമ്മ ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അമ്മയുടെ കൂടെ സഹായിക്കാൻ ആരുണ്ടാവും? ഈ കുട്ടി കൂടെ ഉണ്ടാവും. അപ്പോൾ അമ്മ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വെച്ചാൽ അമ്മ ഇഡലി എടുക്കുമ്പോൾ കുഞ്ഞ് സാമ്പാർ എടുക്കും. മനസ്സിലായില്ലേ? അമ്മ വെള്ളം എടുത്താൽ കുഞ്ഞ് ഗ്ലാസ് എടുക്കും. അങ്ങനെയാണല്ലോ അമ്മയും കുഞ്ഞും തമ്മിലുള്ള പ്രവൃത്തി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവർക്കുള്ള ഭക്ഷണ കാര്യത്തിലും തന്നാലാവുന്നത് പോലെ ഇവർക്ക് പൂജയ്ക്കുള്ള പുഷ്പങ്ങളൊക്കെ പിച്ചിക്കൊണ്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ജോലി ആര് ചെയ്യാൻ തുടങ്ങി? കുട്ടിയും ചെയ്തു തുടങ്ങി. ആ കുട്ടിയെ കൊണ്ട് പറ്റുന്ന എല്ലാ ജോലിയും ചെയ്യും. ഇനി സാധാരണ കുട്ടികളെ ഒരു ശീലമുണ്ട്, അവർ ചില ജോലികളൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ അത് കഴിഞ്ഞാൽ അവർ ഉടനെ എവിടേക്ക് പോകും? കളിക്കാനായിട്ട് ഓടൂല്ലേ? സാധാരണ കുട്ടികളുള്ളൊരു ശീലം അങ്ങനെയാണ്. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ഭാവമല്ല. ഈ കുട്ടി എന്ത് ചെയ്യും? ഈ ബാക്കി ഏതെങ്കിലും ഒരു സമയം വന്നാൽ ആ സമയത്ത് ഈ കുട്ടി നേരെ ഈ മഹർഷിമാർ പറയുന്നത് ശ്രദ്ധിച്ചെങ്കിരിക്കും. ആ സ്ഥലം വിട്ട് പോകാറില്ല. അപ്പം മഹർഷിമാർക്ക് ഒരു സന്തോഷം തോന്നി. കാരണം എന്താ, കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇത് കേൾക്കാനുള്ള വാസനയുണ്ട്, താല്പര്യമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിലേറിയ പങ്കും വളർന്നിട്ട് പോലും താല്പര്യമില്ലാത്തവരാ. മനസ്സിലായില്ലേ? ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ഭഗവാന്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, ഭഗവാനെ എൻ്റെ ദുഃഖവും വിഷമവും ഒക്കെ ഒന്ന് മാറ്റണേ. അന്നേരമാണ് പറയുന്നത്, ഇച്ചിരി നേരം ഇരിക്കും, ഭഗവാന്റെ 10 മിനിറ്റ് ഭഗവാന്റെ കഥ പറയാം. ഒട്ടും സമയമില്ല കേട്ടോ. എന്താ കാരണം? കേൾക്കാനും അറിയാനൊന്നും എനിക്ക് താല്പര്യമില്ല അല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. ഇവിടെയാണ് ഈ കൊച്ചു കുട്ടിക്ക്. കാരണം എന്താ, ഈ വാസന എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാവുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മൾ പലരും പറയും യജ്ഞമൊക്കെ നടത്തി ഗംഭീരമായിട്ടാണ് നടത്തുന്നത്, ഒന്നിനും ഒരു കുറവില്ല. പക്ഷേ എന്നാലും ഈ നാട്ടുകാർ വരാറില്ല. ചില കമ്മിറ്റിക്കാരുടെ ഒരു വിഷമോ, എന്നാലും ഈ നാട്ടുകാർ വരാറില്ല. എന്നിട്ട് പിന്നെ നമ്മളടുത്ത് ഇങ്ങോട്ടാണ് പറയുന്നത്, ഞങ്ങളെ നാട് ഇങ്ങനെ ആയിപ്പോയി, നന്നാവൂല. ഇത് രഹസ്യമായിട്ട് വന്നിട്ട് ചിലർ പറയുന്ന, ചില കമ്മിറ്റിക്കാർ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. കാര്യം വിഷമം കൊണ്ടാണ്. കാരണം അവർ 1 മാസം 1.5 മാസമൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഇതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത്. ഇതെല്ലാം ഒരുക്കി അവസരവും കൊടുത്ത് വീട്ടിലെ പാചകം വരെ മാറ്റി വെച്ച് വന്നിരുന്ന് നല്ലതുപോലെ ആനന്ദത്തോടെ ഇരിക്കാൻ വേണ്ടി ഭക്ഷണം വരെ ഒരുക്കി കൊടുത്താലും ഭക്ഷണം കഴിച്ചു പോകുന്നതല്ലാതെ യജ്ഞത്തിന് കയറാറില്ല. അന്നേരം വിഷമത്തോടുകൂടി ചിലർ പറയുന്നതാണ്. പക്ഷേ ഈ പറയുന്നത് കൊണ്ട് അതൊരു കുറ്റമാണെന്നൊന്നും ഇപ്പോൾ നമ്മൾ ധരിക്കാറില്ല. ഇപ്പം നിങ്ങളുടെ സ്ഥലത്തും ഇന്ന് രാവിലെ ഒരു ആൾ പറഞ്ഞു, 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ആൾ വരും. ആൾ കുറയുന്നതുകൊണ്ട് ആചാര്യന് വിഷമം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു വിഷമമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വിഷമിച്ചിട്ടോ കമ്മിറ്റിക്കാർ വിഷമിച്ചിട്ടോ കാര്യമില്ല. എന്താ കാരണം? പൂർവ്വജന്മത്തെ കൊണ്ട് ഈശ്വരാനുഗ്രഹം ഉള്ളവനെ ഇവിടെ കയറാൻ തോന്നും. മനസ്സിലാവുന്നുണ്ടോ? ചിലരൊക്കെ അമ്പലത്തിലേക്ക് വന്ന് കയറി തൊഴുതിട്ട് തിരിച്ച് പോലും നോക്കാതെ നടന്ന് പുറത്തോട്ട് പോകും. എന്താ കാര്യം? അവർക്ക് അവിടെ ഇരിക്കണമെങ്കിൽ ഒന്നുകിൽ അവർ സ്വയം ആ ബോധത്തിലേക്ക് ഉയരണം, അല്ലെങ്കിൽ ഗുരുകടാക്ഷം ഉണ്ടാവണം, ഇല്ലെങ്കിലോ ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം. ഇത് 3ഉം കിട്ടാത്ത ഒരാൾ ഇനി എത്ര വലിയ പ്രേരണ കൊടുത്താലും കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റില്ല. അഥവാ കൊണ്ടുവന്ന് ഇരുത്തിയാൽ അയാൾ അവിടെ ഇരുന്നുകൊണ്ട് മനാരാജ്യം കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ നടക്കുന്നതൊന്നും അറിയത്തില്ല, മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ചിലരെ കണ്ടിട്ടില്ലേ, ഇടക്കാലത്ത് ഒരു ആചാര്യം പറയുന്ന ഒരു സംഭവം ഉണ്ടായി. ഒരിക്കലൊരാൾ 3-ാമത്തെ ദിവസം യജ്ഞശാലയിലോട്ട് കയറി വന്നിട്ട് ചോദിച്ചു, കൃഷ്ണാവതാരം എപ്പോഴാണ്? അപ്പോൾ ആചാര്യൻ പറഞ്ഞു, അത് ഉടനെ ഉണ്ട്, കുറച്ച് സമയം കൂടി കഴിയും. അല്ല, അതെത്ര മണിക്കാണ്? അപ്പോൾ ആചാര്യൻ കൈമലർത്തി. കാരണം എന്താ? ഭാഗവതം വായിച്ച് വരുന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ക്ഷേത്രത്തിലെ ഒരു പൂജയാണെങ്കിൽ നമുക്ക് ഇത്ര മണിക്ക് ഇന്ന പൂജ എന്ന് പറയാം. പക്ഷേ ഭാഗവതത്തിൽ അങ്ങനെയല്ല, വായിച്ച് വരുന്ന ഭാഗമാണ് അല്ലേ, ആ ടൈമിങ്ങിലാണ് അത് വരുന്നത്. അപ്പം വായിച്ച് വരുന്നത് മനുഷ്യനാണ്.
ചിലപ്പോൾ ശബ്ദത്തിന് സ്പീഡൊന്നും കുറയാം, ഇതൊക്കെ ഉണ്ടാവും, ശ്വാസഗതി അനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ സമയം കൃത്യമായി പറയാൻ ഒരിക്കലും സാധിക്കില്ല. പിന്നെ ഒരു ഏകദേശ സമയമാണ് നമ്മളൊക്കെ പറഞ്ഞ 10:30 മണി കഴിയുമ്പം അവതാരം വരും അല്ലേ, 10:30 മണിയോടുകൂടി വരും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കൃത്യം 10:30 മണിക്ക് കൃഷ്ണാവതാരം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് എന്തോ ദുഃഖം വന്നപ്പോൾ ഏതോ ജ്യോതിഷിയെ കാണാൻ പോയി. അപ്പോൾ ജ്യോതിഷി പറഞ്ഞു കൃഷ്ണാവതാരം പോയിരുന്ന് കേട്ടാൽ നിങ്ങളുടെ ദുഃഖം മാറുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇദ്ദേഹം കൃഷ്ണാവതാരം കേൾക്കാൻ വേണ്ടി വന്നത്, അല്ലാതെ ഭാഗവതത്തിനോട് സ്നേഹം കൊണ്ടൊന്നുമല്ല. ദോഷം മാറാൻ വേണ്ടിയിട്ട്, ദോഷം ആർക്കായിരുന്നത്? തനിക്കാണല്ലോ. അപ്പോൾ തനിക്ക് ദുഃഖം മാറാൻ വേണ്ടി എന്നാ ഒന്ന് കേട്ട് കളയാം, അങ്ങനെയാണിത്. അതുകൊണ്ടാണ് സമയമൊക്കെ ചോദിച്ചു. അപ്പോൾ ആചാര്യൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ വായിച്ച് വരുന്ന സമയത്താണിത് വരുന്നത്. ശരി, അവിടെ ഇരുന്നാൽ ഇപ്പം ഉടനെ വരുമോ? അപ്പോൾ പറഞ്ഞു ആ ഭാഗം തുടങ്ങാറായി, ഉടനെ വരുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ ഇരുന്നു, ഭാഗവതം വായിച്ച് കൃഷ്ണാവതാരത്തിലേക്ക് ഇങ്ങനെ വന്നു. ദേവകിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, അങ്ങനെ 6 മക്കളുടെ ജന്മമൊക്കെ കഴിഞ്ഞു. 7ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച ഭാഗമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ മൊബൈലൊന്ന് അടിച്ചു. ഇദ്ദേഹം മൊബൈലൊന്ന് നോക്കി ആദ്യം മാറ്റി വെച്ച് രണ്ടാമത് വീണ്ടും അടിച്ചു. ഇദ്ദേഹം മൊബൈലെടുത്ത് നേരെ യജ്ഞശാലയാണോ അവിടെ പാലിക്കേണ്ട മര്യാദകളൊന്നും ചിന്തിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു, മൊബൈൽ നീക്കി നേരെ ചെവിയിൽ വെച്ചപ്പോഴാണ് മൈക്കിൻ്റെ ശബ്ദം. പറയുന്നതൊന്നും കേൾക്കാനും പറ്റുന്നില്ല. നേരെ പുറത്തോട്ടിറങ്ങി. ആചാര്യൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ കൃഷ്ണാവതാരം കേൾക്കാൻ വന്ന ആളാണ്, കൃഷ്ണാവതാരം എത്തി. ഇനി അയാൾക്ക് വേണ്ടിയിട്ട് കൃഷ്ണാവതാരം നിർത്തിവെക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. മൈക്കിനകത്തോട് അവതാരം തുടങ്ങി മൊബൈൽ മാറ്റി വെച്ചിട്ട് കയറിയിരിക്കാൻ പറയാൻ പറ്റുമോ? അതും പറ്റത്തില്ല. അപ്പോൾ കൃഷ്ണാവതാരം വന്നപ്പോഴത്തേക്ക് ഇയാൾ എന്ത് ചെയ്തു? ഗെറ്റ് ഔട്ടായി. മനസ്സിലായില്ലേ? ആരാ ഗെറ്റ് ഔട്ട് അടിച്ചത്? ആചാര്യനാണോ? ഈശ്വരനടിച്ചു ഗെറ്റ് ഔട്ട്. അയാൾ പുറത്തായി. പുറത്തോട്ട് ഇറങ്ങി നിന്ന് അയാൾ എന്ത് ചെയ്തു? അപ്പോഴും ആചാര്യൻ വിചാരിച്ചു, എടാ ഒരു ചെവിയിലല്ലേ മൊബൈൽ ഇരിക്കുന്ന, മറുഭാഗം ഓപ്പൺ ആണല്ലോ, അതിലൂടെങ്കിലും അയാൾക്കത് കേൾക്കാമെന്നുള്ളത്. അപ്പോഴാണ് ഇയാൾ മൈക്കിൻ്റെ സൗണ്ട് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ എന്ത് ചെയ്തു? ഈ ചെവി വിരൽ കൊണ്ട് കുത്തി അങ്ങ് കയറ്റി. എന്നിട്ട് ഈ ചെവിയിലൂടെ വിളിച്ച് സംസാരിച്ചുകൊണ്ടു അയാൾ വെളിയിൽ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് തിരിച്ച് കയറിയപ്പോഴത്തേക്ക് അയാൾ ചോദിച്ചു കൃഷ്ണാവതാരം എപ്പോഴാണ്? ആചാര്യൻ പറഞ്ഞു കഴിഞ്ഞു, ഭൂതനെയും കൊന്നു. മനസ്സിലായില്ലേ? ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വന്ന് ഇരുന്നെന്ന് വരാം, അവിടെയും ഈശ്വരൻ്റെ കടാക്ഷം ഉണ്ടാവണം. അതില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും യജ്ഞത്തിൽ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവിടെ ഒരാളാണെങ്കിലും ഭക്തിയോടെ എത്തിയാൽ അത് യജ്ഞത്തിൻ്റെ പുണ്യം. ഒരാളെയെങ്കിലും ഭക്തിയുടെ തലത്തിലേക്ക് ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ ആ യജ്ഞം വിജയിച്ചു. ആ സങ്കല്പമാണുള്ളത്. ശരി, ഇവിടെ പറഞ്ഞത്, ഇവിടെ ഈ കുഞ്ഞിൻ്റെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടാവാം, അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവാം, ഈ കുട്ടി ഈ ഋഷീശ്വരന്മാർ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു. അമ്മ എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ആര് ചെയ്യില്ലും? ഈ കുട്ടിയല്ലോ. അമ്മ ചെയ്യേണ്ട ജോലി എന്താ? ഈ 4 മാസക്കാലം ഈ മഹർഷിമാരെ ശുശ്രൂഷിക്കലാണ്. ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടല്ലേ, കുഞ്ഞുനാളിൽ അമ്മമാരെന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ട് കുട്ടികളിരിക്കുമോ? അമ്മ വലിയ വിറവെടുത്ത കുഞ്ഞ് പോയിട്ട് അതിനേക്കാളും വലിയൊരു തടിയുടെ തുമ്പത്ത് പിടിക്കില്ലേ? അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയാൽ അമ്മ കപ്പ് കൊണ്ട് കോരി ഒഴിച്ചാൽ കുഞ്ഞ് കൈകൊണ്ടെങ്കിലും കോരി ഒഴിക്കും. അമ്മ മുറ്റം തൂക്കാൻ ചൂലെടുത്തുകൊണ്ട് ഇറങ്ങിയാൽ ചൂല് കിട്ടിയില്ലെങ്കിൽ കുഞ്ഞെന്ത് ചെയ്യും? ഒരു കമ്പെങ്കിലും എടുത്ത് ഇല തൂത്ത് കളയും. ശരിയല്ലേ? ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളൊക്കെ കുഞ്ഞുനാളിലുണ്ടാവും. പക്ഷേ വളർന്നു കഴിയുമ്പോൾ അമ്മയുടെ നടുപൊടിയുന്ന ജോലി ചെയ്താൽ പോലും ആര് തിരിഞ്ഞു നോക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നന്മകൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. കുഞ്ഞുനാളിൽ എന്തും പറയാതെ മോനെ നീ അത് ചെയ്യണ്ടാ, നിനക്ക് ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞാലും കുഞ്ഞു പറയും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കൂടെ നിൽക്കും. വളർന്നു കഴിഞ്ഞാലോ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വളരുമ്പോൾ നമ്മളിൽ എന്താണ് വളരേണ്ടതെന്നും കൂടി നമ്മൾ പഠിക്കണം. നമ്മുടെ നന്മകളെ വളർത്താനാണ് നമ്മുടെ ജീവിതം. ശരി, അപ്പോൾ ഇപ്രകാരമൊക്കെ കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞപ്പോൾ ഈ മഹർഷിമാർ അവിടം വിട്ട് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലായി. ഈ മഹർഷിമാർ അവിടം വിട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് ഈ കുട്ടിയോടൊരു വാത്സല്യം തോന്നി. കാരണം എന്താ? എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായി ഈ ഒരു കാര്യങ്ങൾ കേട്ട് ചിന്തിച്ച് ആനന്ദിക്കുന്ന കുഞ്ഞ്. അവനോടൊരു സ്നേഹം തോന്നി. മഹർഷിമാർ ചോദിച്ചു, നിനക്ക് എന്താണ് തരേണ്ടത്? എന്ത് വരമാണ് നീ ചോദിച്ചോളാൻ പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ പറഞ്ഞു. ഈ കുഞ്ഞിന് വരമെന്ന് പറഞ്ഞാൽ പോലും എന്താണെന്നൊന്നും അറിയില്ല, ചോദിക്കാനൊന്നും അറിയില്ല. അവസാനം ഇവർ നിർബന്ധിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു, നിങ്ങളെല്ലാ ദിവസവും പറയുന്ന ഒരാളുണ്ടല്ലോ, എല്ലാ ദിവസവും നിങ്ങളിരുന്ന് വർണ്ണിക്കുന്ന ഒരാളുണ്ടല്ലോ, ആരാ? ശംഖുചക്ര ഗദാപത്മമൊക്കെ പിടിച്ചുകൊണ്ട് കിരീടമൊക്കെ വെച്ച് നിൽക്കുന്ന ഒരാളിനെക്കുറിച്ച് എല്ലാ ദിവസവും ഇവർ ചർച്ച ചെയ്യാറുണ്ടിരുന്നു. ആ ആളിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം, പുള്ളിയെ ഒന്ന് കാണണം. ആരാ? സാക്ഷാൽ വിഷ്ണുവിനെ. ശംഖുചക്ര ഗദാപത്മം ധരിച്ചിരിക്കുന്ന ആരാ? വിഷ്ണുവാണ്. അങ്ങനെയുള്ള ആളിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം. കാരണം എന്താ? എല്ലാ ദിവസവും ഒരു കാര്യം കേട്ടാൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതിനെ കാണാനൊരു താല്പര്യം വരും ഇല്ലേ? നമ്മളോടെങ്കിലും ആരെങ്കിലും വന്നിന്ന് സ്ഥിരമായി ഒരു കാര്യം പറഞ്ഞാൽ, ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ സ്ഥലത്തൊന്ന് പോകണമെന്നൊരു ധാരണ വരത്തില്ലേ?
അതുപോലെ കുഞ്ഞ് അത്രയേ ഉള്ളൂ മോഹിച്ചുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ മഹർഷിമാർ പറഞ്ഞു, അത് വളരെ പ്രയാസമാണ്, എന്നാലും നീ ചോദിച്ച സ്ഥിതിക്ക് പറയാം. അതിനെന്ത് ചെയ്യണം? തപസ് ചെയ്യണം, ധ്യാനിക്കണം. അതിന് ആരുടെയും ശല്യമില്ലാതെ ഏകാന്തമായി മറ്റൊന്നിലേക്കും മുഴുകാതെ അതിൽ മാത്രം മനസ്സുറപ്പിക്കണം. അപ്പോൾ അത് ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ കുട്ടി ഇതൊക്കെ കേട്ടു, മഹർഷിമാർ പോയി. പക്ഷേ കുട്ടിക്കിത് സാധിക്കുന്നില്ല. എന്താ കാരണം? ഇവിടം വിട്ട് ഏകാന്തമായി എവിടെയെങ്കിലും പോകാൻ അമ്മ വിടുവോ? വിടില്ല. ഇനി അമ്മയെ പിരിഞ്ഞു പോയാൽ അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാവും. അങ്ങനെയുള്ള വിഷമത്തിൽ കഴിയുമ്പോഴാണ് ഒരു ദിവസം പ്രഭാതത്തിൽ ആ വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് തൊഴുത്തിലേക്ക് പശുവിനെ കറക്കാൻ വേണ്ടി ഇറങ്ങിയ അമ്മയെ ഒരു സർപ്പം കടിച്ചു. അമ്മ മരിച്ചു. ആ അമ്മ മരണപ്പെട്ട സമയത്ത് ആ വിഷമത്തോടെ നിൽക്കുന്ന സമയത്ത് തന്നെ മറുഭാഗത്ത് കുട്ടിയിലെ ഒരു തത്വചിന്ത ഉയർന്നു വന്നു. ഈ മഹർഷിമാരുടെ അനുഗ്രഹം കൊണ്ടും ഈശ്വരാധീനം കൊണ്ടും. കാരണം എന്താ? മരിച്ച അമ്മയെക്കുറിച്ച് ഓർത്ത് ഇനി എത്ര കരഞ്ഞാലും ദുഃഖിച്ചാലും അമ്മ തിരിച്ചു വരുമോ? വരില്ല. പിന്നെയോ ഈ ദുഃഖം ഈശ്വരൻ എനിക്ക് തന്ന ഒരു അവസരമാണെന്ന് ആര് കരുതി? ഈ കുട്ടി കരുതി. അതുകൊണ്ട് കാരണം തനിക്ക് വിഘ്നങ്ങളുണ്ടായിരുന്ന ആ വിഘ്നം ഒരർത്ഥത്തിൽ അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹവും മമതയാണെങ്കിലും അതിനെ ആരില്ലാതാക്കി? ഈശ്വരൻ തന്നെ ഇല്ലാതാക്കി. അമ്മയെ തന്നത് ഈശ്വരൻ, അമ്മയെ വിളിച്ചതും ഈശ്വരൻ എന്ന ബോധത്തിലേക്കെത്തി. ഈ കുട്ടി ആ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവിടം വിട്ട് പുറത്തേക്ക് പോയി. ആരോടും പറയാതെ ഒരു വനത്തിൽ പോയി ഏകാന്തതയിലിരുന്ന് മനസ്സൊരു ചാഞ്ചല്യവുമില്ലാതെ ഭഗവാനെ സ്മരിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ ആ ദിവ്യരൂപം കണ്ടുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്നങ്ങ് മാഞ്ഞുപോയി. കുട്ടി പെട്ടെന്ന് ചോദിച്ചു, ഭഗവാനെ ഒന്ന് കണ്ടു നിറഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് അങ്ങ് പോയല്ലോ. ഇതുവരെ മനസ്സിലുണ്ടായിരുന്നു. മനസ്സിൽ ആ മഹർഷിമാർ പറഞ്ഞത് കേട്ടൊരു ചിത്രം പോലെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ്, അതേ രൂപത്തിലാണ് പുറത്ത് കണ്ടത്. പുറത്ത് കണ്ടതോടുകൂടി അകത്തുള്ളത് ഇല്ലാണ്ടായി. ആകെ കഷ്ടമായി. അകത്തുള്ളത് ഇല്ലാണ്ടായി, പുറത്ത് വന്നു, കണ്ടു, ഇല്ലാണ്ടായി. അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ പ്രാർത്ഥന വന്നപ്പോൾ അവിടെ ഒരു അശരീരി കേട്ടു, നിന്നെ ഞാൻ എന്നിലേക്ക് ബന്ധിപ്പിക്കാൻ, നിന്നെ ഞാൻ എന്നിലേക്ക് മോഹിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇനി നീ എന്ത് ചെയ്യണം? നാമജപത്തോടു കൂടി എന്നെ സ്മരിക്കുക, നിനക്ക് എന്നിലേക്ക് ചേരാൻ സാധിക്കും. അങ്ങനെ ആ ജന്മം മുഴുവൻ ആ കുട്ടി പിന്നീടുള്ള സമയം മുഴുവൻ എന്ത് ചെയ്തു? നാമം ജപിച്ച് തൻ്റെ ശരീരത്തെ വെടിഞ്ഞു. അടുത്ത ജന്മം ആ കുഞ്ഞാണ് ആരായി വന്നത്? നാരദനായി മാറിയത്. ഈ നാരദനായി മാറാൻ ആ കുഞ്ഞിന് സാധിച്ചതെന്താ? ഈ മഹർഷിമാർ പറഞ്ഞത് കേൾക്കാനുള്ള ഭാഗ്യം, സത്സംഗം. മനസ്സിലായില്ലേ? ഈ സത്സംഗത്തിൻ്റെ പുണ്യമാണ്. ഇവിടെയും ഭാഗവതം കേൾക്കുന്നത് ഒരു സത്സംഗമാണ്. നമ്മുടെ ജീവന് സദ്ഗതി ലഭിക്കാനുള്ള സത്സംഗമാണ്. അതാണ് ഭാഗവതം ഒരു സത്സംഗമാണെന്ന് പറഞ്ഞത്. ഈ സത്സംഗത്തിൻ്റെ പ്രത്യേകത പറയുന്നത് എന്താ? ഇതൊരു ഫലമാണ്, വളരെ മധുരമുള്ളൊരു ഫലം. എങ്ങനെ? ജീവിതത്തിൻ്റെ എല്ലാ കയ്പിനെയും ഇല്ലാതാക്കാൻ സാധിക്കുന്ന, എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന, അല്ലേ, സർവ്വവിധമായ മനോരഥങ്ങളെയും സാധിപ്പിക്കുന്ന ഫലമാണ്. ഇതിൻ്റെ തൊലിയോ തണ്ടോ കായോ ഒന്നും കളയാനില്ല. സാധാരണ നമ്മളൊരു പഴം എടുത്താൽ അതിൻ്റെ കുരുവോ തൊലിയോ ഒക്കെ കളയണം. ഇത് പറയുന്നത് എങ്ങനെയാണ്? ശ്രീശുകൻ പറയുന്നത് ഒന്നും കളയാനില്ല. ഇതങ്ങോട്ട് ആവോളം കുടിക്കുക, രസം പോലെ. കുടിച്ചു കഴിഞ്ഞാലോ വയറ് നിറഞ്ഞാൽ മാത്രം പോരാ, പിന്നെയോ കുടിച്ച മധുരത്തിൽ കിടന്ന് നീന്തി കുളിക്കുക. അപ്പോൾ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. മനസ്സിലായില്ലേ? അകത്തും പുറത്തും ആര് നിറയും? ഈശ്വരൻ നിറയണം. അപ്പോഴാണ് നമ്മളൊരു ഭക്തനായി മാറുന്നത്. ആ പരമഭക്തനെ സൃഷ്ടിക്കാനാണ് ഭാഗവതം ഈ സത്സംഗമാണെന്ന് ആര് ബോധിപ്പിച്ചത്? ഇവിടെ നാരദൻ ബോധിപ്പിച്ചു. അപ്രകാരമുള്ള സത്സംഗത്തിലൂടെയാണ് തനിക്ക് ഈ ജന്മത്തിൽ നിന്ന് ഈ നാരദനായി മാറാൻ സാധിച്ചത് എന്നതുകൂടി ബോധിപ്പിച്ചുകൊണ്ട് ഭാഗവതത്തിൻ്റെ മഹത്വത്തെ ഒന്നുകൂടി ആര് ഊട്ടിയുറപ്പിച്ചു? ആരാണ് ഊട്ടിയുറപ്പിച്ചത്? നാരദർ ഊട്ടിയുറപ്പിച്ചു. അപ്പോൾ ഇവിടെയും നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒന്നും കളയാനില്ലാത്ത സർവത്ര ഈശ്വര സ്വരൂപമാർന്ന ഭാഗവതം, അതിനെ നമ്മൾ ആ ഭാവത്തോടു കൂടി നുകരണം. മനസ്സിലായോ? അപ്പോൾ ആ നിലയിലേക്കാണ് ആ ഒരു ചിന്ത നമ്മുടെ മുന്നിലേക്ക് വെച്ചത്.